ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു, റൈറ്റ്? ഓക്കെ, ഗുഡ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ബേസിക് ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ആദ്യം നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി പറഞ്ഞു, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി പറഞ്ഞു, ദെൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ലൈക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, എയിം ഓഫ് ടീച്ചിങ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQസുമാണ് ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റ് ലെക്ചറിൽ തന്നെ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നും ആൻഡ് ടീച്ചിങ് മെത്തേഡ്സിനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ദെൻ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ലേണേഴ്സ് സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ടും രണ്ട് ടീച്ചർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ടുമാണ്. ലേണേഴ്സ് സെന്റേഡ് മീൻസ് അവിടെ പ്രോമിനൻസ് കിട്ടുന്നത് ലേണർക്കാണ്. ലേണർക്ക് ആവശ്യമുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ലേണർ എന്താണോ ആവശ്യമുള്ളത് അതായിരിക്കും ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യുന്നത്, ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ലേണർക്ക് പ്രോമിനൻസ് കൊടുത്തുകൊണ്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് ലേണർ സെന്റേഡ് മെത്തേഡ്സിൽ വരുന്നത്. വേറാസ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി കോർഡിനേറ്റഡ് ബൈ ടീച്ചർ ആണെങ്കിൽ ലൈക്ക് ലെക്ചർ മെത്തേഡ്സ് അവിടെ എങ്ങനെയായിരിക്കും പൂർണ്ണമായിട്ടും എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ടീച്ചർക്കായിരിക്കും പ്രോമിനൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ടീച്ചർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയും. സോ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ലേണർ സെന്റേഡിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അതിൽ തന്നെ ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടതുണ്ട്. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോകുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണ്? ഇവിടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുകയാണ്, ലൈക്ക് ഒരു ടെക്സ്റ്റ് വായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ആ ടെക്സ്റ്റിനകത്ത് നിന്നും സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തുകൊണ്ട് ടീച്ചറിനോട് സോൾവ് ചെയ്യാം. അതായത് ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന പേജിൽ ഇന്ന കൺസെപ്റ്റ് ഉണ്ട് ഒരു ബുക്കിൽ, അത് നിങ്ങൾ വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും ചെയ്യുക? അത് അവർ വായിച്ചിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അവരുടെ ക്വസ്റ്റ്യൻസും ക്വറീസും ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു അപ്രോച്ചാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ സംഭവിക്കുന്നത്. അതായത് ഇവിടെ കൂടുതൽ there will be a continuous dialogue between teacher and student. ആ ഡയലോഗ് ഇൻ ദി സെൻസ് എങ്ങനെയാണ് അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ രീതിയിലുള്ള ഒരു ഡയലോഗും അതിനുശേഷം അതിന്റെ മെത്തേഡ് പറയുമ്പോൾ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആവും. ലൈക്ക് സ്റ്റുഡൻറ് മേക്ക് പ്രഡിക്ഷൻസ്, എന്താണ് അവർ ഇന്ന് റീഡ് ചെയ്യേണ്ടത്, ടീച്ചർ ഏത് ടോപ്പിക് ആയിരിക്കും അസൈൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ സ്റ്റുഡൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്വസ്റ്റ്യനിങ്, അവർ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട അവരുടെ ഡൗട്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നു ടീച്ചറിനോട്. ആൻഡ് ഫൈനലി ആ ഒരു എൻറ്റയർ ടെക്സ്റ്റിൽ നിന്നും അവർ വായിച്ച കാര്യങ്ങൾക്ക് ഒരു സമ്മറി അതുവഴി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ടീച്ചർ ഡയറക്റ്റ്ലി ഒരു ലെക്ചർ പ്രൊവൈഡ് ചെയ്യുകയല്ല, പാരലലി ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇന്ന രീതിയിലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ടോപ്പിക്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ദി ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് യു നീഡ് ടു ഫോളോ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഏരിയ ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ആ ഏരിയ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ റെസിപ്രോക്കൽ ടീച്ചിങ് ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. അഡാപ്റ്റീവ് ഇൻ ദി സെൻസ് ഇതൊരു ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. സോ നമ്മൾ പറഞ്ഞത് അഡാപ്റ്റീവ് ടീച്ചിങ് എന്താണെന്നാണ്. അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി സ്റ്റുഡന്റ് നീഡ് എന്താണെന്ന് മനസ്സിലാക്കും, അവരുടെ ലേണിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കും, അതിനനുസരിച്ചുള്ള ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ആ ടേം നിങ്ങൾ ഓർക്കണം. എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? ഓരോരുത്തർക്കും അവർക്ക് ഉതകുന്ന രീതി, ലൈക്ക് ദർ മേ ബി വിഷ്വൽ ലേണേഴ്സ്, ദർ മേ ബി ഓഡിറ്ററി ലേണേഴ്സ്, ദർ മേ ബി സം അതർ മീൻസ് അവരുടേതായ സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഇസ് ദർ. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഉണ്ട്. അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് ആദ്യം ഫോളോ ചെയ്യുകയും പിന്നീട് ഗ്രാജുവലി സ്റ്റുഡന്റ് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി നേടിയെടുക്കുമ്പോൾ ഗ്രാജുവലി അവരുടെ കൺട്രോള് അയച്ചു കൊടുക്കും, അവരോട് സ്വയം പഠിച്ചോളാൻ പറയുന്നു. ഈ ഒരു ടെക്നിക്കിനെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ഇൻ ദി സെൻസ് ഏതാണ് ആ സ്റ്റുഡൻസിന്റെ ഏരിയ, മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഗ്രാജുവലി അവർ സ്വയം പഠിക്കാനുള്ള എബിലിറ്റി നേടിയെടുക്കുമ്പോൾ ആ ഒരു ട്രെയിനിങ്ങിന്റെ എംഫസിസ് കുറച്ചുകൊണ്ട് അതൊക്കെ അവരെ കൊണ്ട് സ്വയം പഠിക്കാനുള്ള എബിലിറ്റി ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ്
ഇവന്തോ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. അഡാപ്റ്റീവ് ടീച്ചിങ്ങിന്റെ സ്ട്രാറ്റജീസ് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കണം. ഡിഫറൻസിയേഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഡിഫറൻസിയേഷൻ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഓർക്കുക. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡന്റിന്റെ നീഡ് മനസ്സിലാക്കി, അതായത് അവര് പല ടൈപ്പിലുള്ള ലേണേഴ്സ് ആയിരിക്കും, അവരുടെ ലേണർ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമതായിട്ട് ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ്, ലൈക്ക് സ്റ്റുഡൻസ് വിൽ ബി ഗ്രൂപ്പ്ഡ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റീസ്. സച്ച് ആസ് ഇപ്പോൾ വിഷ്വൽ ലേണേഴ്സിനെ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കുന്നു, ഓഡിറ്ററി ലേണേഴ്സിനെ മാത്രം മറ്റൊരു ഗ്രൂപ്പ് ആക്കുന്നു. ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ട് അവർക്ക് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. മൂന്നാമതായിട്ട് സ്കാഫോൾഡിങ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. സ്കാഫോൾഡിങ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ടീച്ചർ വിൽ ഓഫർ സപ്പോർട്ട്. ആദ്യം മാക്സിമം സപ്പോർട്ടും ഗൈഡൻസും കൊടുത്തിട്ട് പതുക്കെ പതുക്കെ അവര് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി നേടുമ്പോൾ ആ ഒരു ഗൈഡൻസിന്റെയും സപ്പോർട്ടിന്റെയും സ്ട്രെങ്ത് കുറച്ചു കൊണ്ടുവരുന്നു, ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നു ട്രെയിനർക്ക്. ആ ഒരു മെത്തേഡ് തന്നെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതും അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. അസസ്മെന്റ്, കണ്ടിന്യൂസ് അസസ്മെന്റ് വിൽ ബി ദേർ. ഓരോ സ്റ്റേജിലും സ്റ്റുഡന്റ് എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി കണ്ടിന്യൂസ് അസസ്മെന്റും ഈ ഒരു അഡാപ്റ്റീവ് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരും. സോ അഡാപ്റ്റീവ് ടീച്ചിങ്ങും റെസിപ്രോക്കൽ ടീച്ചിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മറക്കരുത്. ഇനി പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ലാസ്റ്റിലെ പറഞ്ഞു. പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലം സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അതിൽ നിന്നും സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞ് അങ്ങനെ അവർ ലേൺ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഓക്കെ. അതേപോലെ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, പ്രോജക്ട്സ് കൊടുക്കുന്നു. സ്റ്റുഡൻസ് അണ്ടർടേക്ക് എക്സ്റ്റെൻഡഡ് പ്രോജക്ട്സ് ദാറ്റ് ഇൻവോൾവ് ഇൻ ഡെപ്ത് റിസർച്ച്. അവരോടൊരു ഏരിയയിൽ പഠിക്കാൻ വേണ്ടി ഒരു റിസർച്ച് ചെയ്യും. നിങ്ങൾ ഇത്ര നാൾ ഈ പ്രൊജക്റ്റ് ആയിട്ട് പോകൂ, അത് എവിടെയൊക്കെയാണ് നടക്കുന്നത്, ആ ഇവന്റ് എന്താണെന്ന് മനസ്സിലാക്കൂ. അതിന് അങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയാം. ദെൻ അടുത്തത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, അന്വേഷണം. നമ്മളൊരു കാര്യം, നമ്മുടെ മുമ്പിൽ കുറച്ച് സംശയങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മളായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക. മെത്തേഡ് തന്നെയാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ്, ടീം ലേണിംഗ് എന്ന് പറയാം. അതായത് സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവർ പഠിക്കുന്നു. റൈറ്റ്, അവരുടെ ഏരിയ ഒരുമിച്ച് ടീം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയാം. സോ എംഫസിസ് ഈസ് ഓൺ കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ്. ഇവരെല്ലാവരും കോപ്പറേറ്റീവ് നേച്ചറിലായിരിക്കും, പരസ്പരം സഹായിക്കുന്നു. ഒരാൾക്ക് അറിയാത്ത കാര്യം മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിൽ ആ ടീമിനകത്ത് നോളജ് ബിൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിന്റെ സാധാരണ അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റ് ചെയ്യുക. അതായത് സാധാരണഗതിയിൽ ക്ലാസ് റൂം എന്തിനു വേണ്ടിയായിരിക്കണം, അവിടെ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂം ആയിരിക്കണം. അതേസമയം ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി തിങ് ആയിട്ട് മാറ്റി ക്ലാസ് റൂമിനെ ഒരു ആക്റ്റീവ് എൻവയോൺമെന്റ് ആക്കി മാറ്റും. ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടി ലെക്ചേഴ്സ് എല്ലാം വീഡിയോ ലെക്ചേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയാം. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സിനെ റിവേഴ്സ് ചെയ്യുകയാണ്. സ്റ്റുഡൻസ് എൻഗേജ് ഇൻ ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ്, അതായത് നമ്മൾ പറഞ്ഞ വീഡിയോ കണ്ടന്റ് പോലെ ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് ഔട്ട്സൈഡ് ദി ക്ലാസ് ആയിരിക്കും. വെറാസ് ക്ലാസ് വിൽ ബി യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഇതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ അപ്രോച്ച് വരുന്നത്. ദെൻ അടുത്തത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. ഫീൽഡ് ട്രിപ്പുകൾ പോകുന്നു, ഇന്റേൺഷിപ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് IVs പോകുന്നു. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്, ഇവർ ഡയറക്റ്റ്ലി എന്താണ് നടക്കുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. അതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ഇസ് ആരുടെ ആയിരിക്കും, ആ ഒരു ഇൻഡിവിജ്വലിന്റെ തന്നെയായിരിക്കും, ലേണറുടെ തന്നെയായിരിക്കും. ലേണർ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് സ്വയം പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സ്റ്റുഡൻസ് ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഓൺ ലേണിംഗ് പ്രോസസ്, സെറ്റിംഗ് ഗോൾസ്, മാനേജിങ് ദെയർ ടൈം ആൻഡ് ചൂസിങ് റിസോഴ്സസ്. ഇതിലെല്ലാം ഒരു ഓട്ടോണമി നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗിൽ വരുന്നത്. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് ലേണിംഗ് സിമിലർ ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു ഫീച്ചർ തന്നെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഇവിടെ എന്തായിരിക്കും, പിയർ ഗ്രൂപ്പ്സ് ആക്ടിവിറ്റീസ് ഉണ്ടാകും, ഇവർ ഒരുമിച്ച് പഠിക്കുന്നു. സ്റ്റുഡൻറ് ടേക്ക് ദി students work together on tasks or projects, sharing ideas, knowledge and resources. For peer learning ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. ദെൻ കേസ് ബേസ്ഡ് ലേണിംഗ്,
നെറ്റിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്നെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു കേസിലെറ്റ് ആയിരിക്കും നമുക്ക് തരാം, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള കേസ് ദാറ്റ് പ്രസന്റ് കോംപ്ലക്സ് പ്രോബ്ലം. അത് ആ ഒരു കേസ് വായിക്കുമ്പോൾ അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയാണ് കേസ് ബേസ്ഡ് ലേണിംഗ് ഓർ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ഒരു അപ്രോച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? ഒന്ന്, ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യും, പ്രോബ്ലം സോൾവിങ്ങിന് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ ഡിസ്കഷൻസ് നടക്കുന്നത് വഴി കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റിയും സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ പറയുന്നത്. പ്രോബ്ലം സോൾവിങ്ങിനെ അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കോമൺ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ആണ്. ദിസ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം സോൾവിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് കേസ് സ്റ്റഡി മെത്തേഡാണ്. ഓക്കെ, മൂവിങ് ഓൺ. ഗെയിം ബേസ്ഡ് ലേണിംഗ് എന്തായിരുന്നു? ഗെയിമിഫിക്കേഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഗെയിംസ് വഴി, ക്ലാസ് റൂമിൽ പല രീതിയിലുള്ള ഗെയിം ആക്ടിവിറ്റീസ് വഴി നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ഗെയിം ബേസ്ഡ് ലേണിംഗ് ഓർ ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സർവീസ് ലേണിംഗ്, നമ്മൾ സോഷ്യൽ കമ്മ്യൂണിറ്റി സർവീസസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സബ്ജക്റ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പോൾ MSW അല്ലെങ്കിൽ BSW സ്റ്റുഡൻസ് ഒക്കെ നോർമലി ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം കമ്മ്യൂണിറ്റി സർവീസസ് ചെയ്യും. അതിൽ നിന്നുമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ സർവീസ് ലേണിംഗ് എന്ന് പറയാം. അതേപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും അവർക്കും ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യണം ലേണിംഗിന്റെ ഭാഗമായി തന്നെ. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് സർവീസ് ലേണിംഗിന്റെ ഭാഗമാണ്. സോ ദേ വിൽ ഗെറ്റ് റിയൽ വേൾഡ് നോളജ്, റൈറ്റ്? ആ ഒരു റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് ഇതുവഴി കിട്ടും. ദെൻ റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ടേക്ക് ഓൺ റോൾസ് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് റിയൽ വേൾഡ് സിനാരിയോസ്. ഒറിജിനൽ സിറ്റുവേഷൻ പോലുള്ള റോളുകൾ അവർ ഏറ്റെടുക്കും. ലൈക്ക് ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ ആ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഇവർ ആക്ട് ചെയ്യുന്നു ക്ലാസ് റൂമിൽ. അവരുടെ മുമ്പിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ആസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇദ്ദേഹം എങ്ങനെയാണോ പെരുമാറുന്നത് അതായിരിക്കും സ്റ്റുഡന്റ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഇതിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റോൾ പ്ലേയിങ്. ദെൻ അടുത്ത മെത്തേഡ് സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ്. സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പോലുള്ള ഒരു സിറ്റുവേഷൻ. റോൾ പ്ലേയിങ് വരെയാണ് ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞത്. ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു മെത്തേഡ് മനസ്സിലാവാതെ വന്നിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ അതും പറയണം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് പറയൂ പ്ലീസ്. ഒന്നുകൂടെ പറയാമോ? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ കേസ് സ്റ്റഡി ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു രോഗിയായിരിക്കും, ഒരു പേഷ്യന്റിനെ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. ആ പേഷ്യന്റിനെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് മെഡിക്കൽ ഫീൽഡിലെ കേസ് സ്റ്റഡിയാണ്. അതേസമയം മാനേജ്മെന്റിലോ മറ്റേതെങ്കിലും ഏരിയയിലാണെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ ആണ് കൊടുക്കുന്നത്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഭോപ്പാൽ ട്രാജഡിയാണ്. ഭോപ്പാൽ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ അവർക്ക് കൊടുക്കുന്നു, ഒരു റൈറ്റപ്പ്. ആ റൈറ്റപ്പിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അന്ന് അവരെടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ്, എന്തായിരുന്നു ഇതിനുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ എന്ന കമ്പനി പെരുമാറിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും സ്റ്റുഡൻസ് എന്തായിരിക്കണം ചെയ്യേണ്ടത്? അവരായിട്ട് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അവരായിട്ട് കണ്ടെത്തുകയും വേണം. ആ സൊല്യൂഷൻ ഡിസ്കഷനിലൂടെ ആ ഒരു ഏരിയ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും വേണം. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു തീമാണെന്ന് വിചാരിക്കാം. കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിനൊരു ഇഷ്യൂ ആയിരുന്നല്ലോ ഈ പറയുന്ന ഭോപ്പാൽ ട്രാജഡി. അപ്പോൾ അവർ ആ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അത് ആവശ്യമായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം മനസ്സിലാക്കാൻ അവരത് സഹായിക്കും. സോ ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ കേസ്ലെറ്റ്. ആ കേസ്ലെറ്റ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് അവരതിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാണ്. അതേപോലെ അവർക്ക് എടുക്കാമായിരുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇവർക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് കേസ് സ്റ്റഡി എന്നുള്ള മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും സ്റ്റുഡൻസിന് ഡയറക്ട്ലി സാധിക്കുന്ന ഒരു മെത്തേഡാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് വഴി സാധിക്കുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കേ സർ. എനി അതർ മെത്തേഡ്?
കൺഫ്യൂഷൻ ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടെങ്കിൽ പറയണം. ഇല്ലാതെ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞാൽ മതി, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, സോറി കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, സോ ദാറ്റ് എനിക്ക് മുന്നോട്ട് പോവാം. റൈറ്റ്, കൺഫ്യൂഷൻസ് ഒന്നും ആരും പറയുന്നില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ്. സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, റിയൽ വേൾഡിലുള്ള സിറ്റുവേഷൻ പോലെ ഒരു റിയൽ ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡേ തന്നെ അവരെ പിടിച്ച് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റുമോ? അതുവഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പകരം എന്ത് ചെയ്യും, ഫ്ലൈറ്റിൽ അവരെങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. എ റിയൽ ലൈക്ക് സിറ്റുവേഷൻ. ഒരു മെഷീൻ ആകാം, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ആകാം, അത് റൂമിനകത്തായിരിക്കും. ഫ്ലൈറ്റിലെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു ട്രെയിനിങ് സിറ്റുവേഷൻ, ട്രെയിനിങ് റിയൽ ലൈക്ക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ സിമുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ആസ്ട്രോണട്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന്റെ, ആസ്ട്രോണറ്റ് ശൂന്യാകാശത്തിൽ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ, അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, മീൻസ് അവിടെ എങ്ങനെയായിരിക്കും ശ്വാസം എടുക്കേണ്ടത്, എങ്ങനെയായിരിക്കും അവർ നിൽക്കേണ്ടത് തുടങ്ങിയുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി അവരെ അവിടെ കൊണ്ടുപോയാലല്ലോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത, നാസയിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു റിയൽ ലൈക്ക് സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയും എല്ലായ്പ്പോഴും വർക്ക് ചെയ്യേണ്ടത് റിയൽ ലൈക്ക്, റിയൽ അല്ല എന്നാൽ റിയൽ പോലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഹെൽത്ത് കെയർ ആയാലും ബിസിനസ് ആയാലും ടെക്നോളജി ആയാലും ഇവിടെ എല്ലാം ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ റിയലിസ്റ്റിക് സിനാരിയോസിൽ അവർക്ക് ഡിസിഷൻസ് എടുത്ത് പഠിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് സിമുലേഷന്റെ അഡ്വാൻറ്റേജസ്. ദെൻ മൂവിങ് ഓൺ, നെക്സ്റ്റ് വൺ ഇസ് ഫ്ലിപ്ഡ് മാസ്റ്ററി. ഫ്ലിപ്ഡ് ക്ലാസ് റൂം പറഞ്ഞു. ആ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഫ്ലിപ്ഡ് മാസ്റ്ററി. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. വാട്ട് വാസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? ട്രഡീഷണൽ ക്ലാസ് റൂമിനെ നമ്മളൊന്ന് തിരിച്ചിടുന്നു. ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ലെക്ചർ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. പകരം ഇവിടെ എന്ത് സംഭവിക്കും, ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും. ലെക്ചേഴ്സ് എല്ലാം അവർ വീട്ടിലിരുന്ന് റെഫർ ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത് അവർക്ക് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് വഴിയോ ഒക്കെ കാണാവുന്ന രീതിയിലായിരിക്കും ലെക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ആ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ ഒരു മാസ്റ്ററി എലമെന്റ്. മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്റ്ററി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവർ ആ സബ്ജക്റ്റിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കും. സബ്ജക്റ്റിന്റെ ഓരോ യൂണിറ്റുകളും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത യൂണിറ്റിലേക്ക് പോകാൻ സാധിക്കൂ. ദെൻ അത് പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ മാത്രമേ അടുത്ത യൂണിറ്റിലേക്ക് പോകാൻ സാധിക്കൂ. ഇതിനെയാണ് ഫ്ലിപ്ഡ് മാസ്റ്ററി അല്ലെങ്കിൽ മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ഫ്ലിപ്ഡ് മാസ്റ്ററി. സോ വാട്ട് വാസ് മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ്? ഓർക്കുക, മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഓരോ സ്റ്റേജുകളും പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കൂ. മീൻസ് എക്സാംസ് ഇല്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, ഒരു യൂണിറ്റ് കഴിയുമ്പോൾ അവിടെ ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ മാസ്റ്ററി ബേസ്ഡ് ലേണിംഗിൽ ഒരു എലമെന്റ് ആയിട്ട് സ്റ്റുഡൻസിന് അവരുടെ പേസിൽ പഠിക്കാം. അതായത് അവരെപ്പോ ആ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് മിനിമം സ്കോർ നേടുന്നു, അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പഠനം പോകൂ. ഇതാണ് മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ് സംഭവിക്കുന്നത്. അപ്പൊ ഫ്ലിപ്ഡ് മാസ്റ്ററി ആണെങ്കിൽ ഇവിടെ ഫ്ലിപ്ഡ് ക്ലാസ് റൂം വിത്ത് എംഫസിസ് ഓൺ ലേണിംഗ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആണ്, പക്ഷേ ലേണിംഗിന് അവിടെ എംഫസിസ് ഉണ്ട്, മാസ്റ്ററിക്ക് അവിടെ എംഫസിസ് ഉണ്ട്. ഓരോ യൂണിറ്റും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത യൂണിറ്റിലേക്ക് ഇവർക്ക് സ്റ്റുഡൻസിന് പോകാൻ സാധിക്കൂ. അതാണ് ഫ്ലിപ്ഡ് മാസ്റ്ററി അപ്രോച്ച് എന്ന് പറയുന്നത്. സോ സിമിലർ ടു ഫ്ലിപ്ഡ് ക്ലാസ് റൂം ബട്ട് with an emphasis on students progressing through the material at their own pace. ആ ഒരു മെറ്റീരിയൽ സ്റ്റുഡൻസ് ഓരോ ലെവലിൽ മുന്നോട്ട് പോകുമ്പോഴും അവരവരുടെ പേസിലാണ്. മീൻസ് അവർ എത്രമാത്രം വേഗത്തിൽ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അടുത്ത യൂണിറ്റിലേക്ക് അവർക്ക് പോകാം. അതിലാണ് എംഫസിസ് കൊടുക്കുന്നത്. മാസ്റ്ററി ഓഫ് കണ്ടന്റ് ഈസ് ദി ഗോൾ ബിഫോർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് അവർ ഇപ്പൊ പഠിക്കുന്ന കൺസെപ്റ്റിൽ മാസ്റ്ററി വേണം, എന്നാൽ മാത്രമേ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാൻ സാധിക്കൂ. ഇപ്പൊ പഠിക്കുന്ന യൂണിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത യൂണിറ്റിലേക്ക് പോകാൻ പറ്റൂ. ആ ഒരു മെത്തേഡാണ് മാസ്റ്ററി ബേസ്ഡ് ലേണിംഗ്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും?
ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പാത്ത്, ഓരോരുത്തരും അവരവരുടെ രീതിയിലായിരിക്കും പഠിച്ചു പോകുന്നത്. ഓക്കെ. ആൻഡ് സെൽഫ് പേസ്ഡ് പ്രോഗ്രസ്, ഓരോരുത്തരുടെയും രീതിയിലായിരിക്കും. മീൻസ് ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നത് പോലെ ആയിരിക്കണമെന്നില്ല സെക്കൻഡ് സ്റ്റുഡന്റ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരവരുടെ വേഗതയ്ക്ക് അനുസരിച്ചായിരിക്കും പ്രോഗ്രസ് ചെയ്തു പോകുന്നത്. സോ സെൽഫ് ലേണിംഗ് ആണ്. ഇൻഡിവിജ്വൽ ലേണിംഗ് പാർട്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ പേസ് എന്ന് പറയുന്നത്, പേസ് ഓഫ് കംപ്ലീഷൻ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ ഹിംസെൽഫ്. ഇതാണ് ഫ്ലിപ്ഡ് മാസ്റ്ററി. ഓക്കെ. ദെൻ അടുത്തത് മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് ഒരു ടീച്ചിങ് മെത്തേഡായിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ്സിൽ മൈൻഡ് മാപ്പിന് കൂടുതൽ റെലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ മൈൻഡ് മാപ്പിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ എടുത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക മൈൻഡ് മാപ്പിംഗ്, യു വിൽ ഗെറ്റ് എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അത്രയും സിഗ്നിഫിക്കൻസ് ആണ് മൈൻഡ് മാപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്കിനെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സും നമ്മൾ വരച്ച് സ്ട്രക്ചറായിട്ട് വരയ്ക്കുകയാണ്. മൈൻഡ് മാപ്പ് പോലെ, ലൈക്ക് ഐ ഹോപ്പ് യു നോ റൈറ്റ്. ഇപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ, ടീച്ചിങ് ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ കോർ ടോപ്പിക്. സോ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് പോയിന്റ്സ്, ടീച്ചിങ്ങിന്റെ മെത്തേഡ്സ്, ടീച്ചിങ് ഫിലോസഫീസ്, ദെൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ് മോഡൽസ്. ഇങ്ങനെ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ, ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ്, ലൈക്ക് ഇപ്പോൾ ടീച്ചിങ് മോഡൽസ് ആണെങ്കിൽ ഡിഫറെന്റ് മോഡൽസിനെ പറ്റി നമ്മൾ വീണ്ടും ഇതിന്റെ ഒരു ട്രീ പോലെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരച്ചു പോവുകയാണെങ്കിൽ ഇതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇന്ന് മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി there are softwares ആൻഡ് ടൂൾസ്. അതുകൊണ്ട് സോഫ്റ്റ്വെയർസിനെയും ടൂൾസും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യും. സോ ആസ് എ ടീച്ചർ മൈൻഡ് മാപ്പിങ്ങിന് നമ്മൾ കൂടുതൽ റെലവൻസ് കൊടുക്കണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് മൈൻഡ് മാപ്പിംഗ് ബിൽഡ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൈൻഡ് മാപ്പിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ എന്താണ് മൈൻഡ് മാപ്പിംഗ്? ഇറ്റ് ഈസ് ആൻ അപ്രോച്ച്, റൈറ്റ്? ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് വെയർ സ്റ്റുഡൻസ് ക്രിയേറ്റ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി കൺസെപ്റ്റ്സ് യൂസിങ് മൈൻഡ് മാപ്പ്. ആ ഒരു കൺസെപ്റ്റുകളെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുക. കൺസെപ്റ്റിനെ, ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ എല്ലാ ഏരിയാസും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ബ്രാഞ്ചസിലായിട്ട് കൊടുക്കുന്നു. ആ ബ്രാഞ്ചസിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് മൈൻഡ് മാപ്പിംഗിന്റെ എയിം. സോ ദിസ് ഹെൽപ്സ് ഇൻ ഓർഗനൈസിങ് ഇൻഫർമേഷൻ, മേക്കിംഗ് കണക്ഷൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതുവഴി ഒരു കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് റിലേഷൻസ് എങ്ങനെയാണ് ഇത് ഓരോന്നും റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടുതൽ ചിന്തിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി മൈൻഡ് മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വിഷ്വൽ ലേണേഴ്സിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈൻഡ് മാപ്പിംഗ്. കൺസെപ്റ്റ് മാപ്പ് ചെയ്യാൻ വേണ്ടി, കൺസെപ്റ്റ്സ് സ്റ്റെപ്പ് ബൈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ സഹായിക്കും. ആൻഡ് വിഷ്വലൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. ഇതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗിന്റെ ഫീച്ചേഴ്സ്. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് മൈൻഡ് മാപ്പിംഗ് ടൂൾസിനെ പറ്റിയാണ്. സോ ലെറ്റ് മീ ടെൽ യു, there are n number of mind mapping tools that is available online. ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള കുറേ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് പറയും. ആൻഡ് ഈ എക്സാമ്പിൾസ് നിങ്ങൾ അതേ രീതിയിൽ ഓർത്തു വയ്ക്കണം. ഐ ഷോ യു ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ദിസ്. സോ എക്സാമ്പിൾസ് പറയുന്നത് മൈൻഡ് മീസ്റ്റർ ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. എക്സ് മൈൻഡ് മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. ഐ മൈൻഡ് മാപ്പ്, അഗെയിൻ കോഗിൾ മൈൻഡ് മാപ്പ് ചെയ്യാവുന്ന ഒരു ടൂളാണ് കോഗിൾ. ദെൻ ഫ്രീ മൈൻഡ് മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. ബിഗർ പ്ലേറ്റ്, സിമ്പിൾ മൈൻഡ്, മൈൻഡ് മാനേജർ, കൺസെപ്റ്റ് ഡ്രോ മൈൻഡ് മാപ്പ്, ലൂസിഡ് ചാർട്ട്, ഗോ കോൺകർ, ദെൻ സ്കാപ്പിൾ. ഇവയൊക്കെ മൈൻഡ് മാപ്പിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ. സോ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക ഈ പേരുകൾ. മൈൻഡ് മീസ്റ്റർ, എക്സ് മൈൻഡ്, ഐ മൈൻഡ് മാപ്പ്, കോഗിൾ, ഫ്രീ മൈൻഡ്, ബിഗർ പ്ലേറ്റ്, സിമ്പിൾ മൈൻഡ്, മൈൻഡ് മാനേജർ, കൺസെപ്റ്റ് ഡ്രോ മൈൻഡ് മാപ്പ്, ദെൻ ലൂസിഡ് ചാർട്ട്, ഗോ കോൺകർ, സ്കേപ്പിൾ. ഓക്കെ. ഒന്ന് ഫെമിലറൈസ് ചെയ്തല്ലോ. അതാണ് നമുക്ക് ആവശ്യം. സോ ഈ ഒരു ഏരിയയിൽ മൈൻഡ് മാപ്പിംഗ് ടൂൾസിന് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയാണ്. സോ ലെറ്റ് മി മൂവ് ഓൺ. ദെൻ അടുത്ത മെത്തേഡ് തിങ്ക് അലൗഡ്. തിങ്ക് അലൗഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ അപ്രോച്ച്.
visualize their thought process while solving problems or engaging with content. ടീച്ചേഴ്സിന് യൂസ് ചെയ്യാവുന്ന ഒരു ടീച്ചിങ് അപ്രോച്ചാണിത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുവാണല്ലോ, ചിന്തിക്കുമ്പോൾ ഉറക്കെ ചിന്തിക്കാൻ പറയുന്നതാണ് തിങ്ക് അലൗഡ്. വേറെ ഒന്നുമില്ല, ഉറക്കെ ചിന്തിക്കാൻ പറയുക. സോ അവർ ആ സ്റ്റെപ്പുകളിൽ എവിടെയൊക്കെയാണ് അവരുടെ ചിന്തയിലെ പോരായ്മകൾ വരുന്നത്, അത് ടീച്ചർക്ക് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ഏരിയ അല്ല മറ്റൊരു ഏരിയ നിങ്ങൾ ചിന്തിക്കണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരമാണ് തിങ്ക് അലൗഡ് മെത്തേഡ് നമുക്ക് തരുന്നത്. സോ ദിസ് ഹെൽപ്സ് ബോത്ത് സ്റ്റുഡൻറ് ആൻഡ് ദി ഇൻസ്ട്രക്ടർ അണ്ടർസ്റ്റാൻഡ് ദി റീസണിങ് ബിഹൈൻഡ് ദെയർ ആക്ഷൻ. സ്റ്റുഡന്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിലുള്ള പോരായ്മ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റുഡന്റിനെയും ടീച്ചറിനെയും ഈ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് മെറ്റാകോഗ്നിഷൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവർ ആ കൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതും ആ കൺസെപ്റ്റിനെ അവർ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുവഴി ടീച്ചർക്ക് കൂടുതൽ ആ സ്റ്റുഡന്റിനെ പറ്റി കൂടുതൽ ചിന്തിക്കാനും സ്റ്റുഡന്റ് ചിന്തിക്കുന്ന രീതികളിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തിങ്ക് അലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ടീച്ചിങ് മെത്തേഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. മെത്തേഡ് ക്ലിയർ ആണോ? പ്ലീസ് ടെൽ മീ. യെസ് സർ. സോ ദാറ്റ്സ് ഓൾ. ഇത്രയുമാണ് നമ്മുടെ ലേണർ സെന്റേഡിലെ പ്രോമിനന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ. ലേണർ സെന്റേഡ് മെത്തേഡ്സിലെ പ്രോമിനന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റി വേഗം പറയും. ലേണർ സെന്റേഡ് നമ്മൾ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോ അത്രയും സിഗ്നിഫിക്കൻസ് ടീച്ചർ സെന്റേഡ് മെത്തേഡ്സിന് ആവശ്യമില്ല. ബിക്കോസ് ഇന്നത്തെ എഡ്യൂക്കേഷൻ ലേണർ സെന്റേഡ് എഡ്യൂക്കേഷൻ ആണ്. അതിനു വേണ്ടിയാണ് അത് ടീച്ചേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയാണ്. ഈവൻ ദോ യു നീഡ് ടു നോ ടീച്ചർ സെന്റേഡ് മെത്തേഡ്സ് ആൾസോ. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ ഏരിയയിൽ വേണ്ടത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡാണ് ലെക്ചർ. എന്താ ഇവിടെ സംഭവിക്കുക? ദി ടീച്ചർ റെപ്രസെന്റ്സ് ദി ഇൻഫർമേഷൻ ടു എ ഓൾ ക്ലാസ്, ടു ദി ഓൾ ക്ലാസ്. ക്ലാസ്സിന്റെ മൊത്തമായിട്ട് ഒരേ രീതിയിൽ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ടീച്ചർ പ്രസൻസ് ദി ഇൻഫർമേഷൻ ടു ദി ഓൾ ക്ലാസ്, ടിപ്പിക്കലി ത്രൂ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ. പറയുകയാണ്, ഇന്നതാണ് ഈ ടോപ്പിക്, ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ, വിശദമായിട്ട് അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഒക്കെ പറഞ്ഞു വെക്കുന്നു. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഡെലിവറിങ് കണ്ടന്റ്. ഒരു കണ്ടന്റ്, ഒരു വലിയ കണ്ടന്റ് ഒരു വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ പെട്ടെന്ന് അവതരിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് ലെക്ചർ. അവിടെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൈകാര്യം ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. വിഷ്വൽ ലേണേഴ്സ് ആയാലും ഓഡിറ്ററി ലേണേഴ്സ് ആയാലും ആര് തന്നെയായാലും ഏത് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആയാലും ലേണിംഗ് പ്രിഫറൻസ് എന്ത് തന്നെയായാലും നമ്മൾ ഒരേ രീതിയിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ലെക്ചർ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. പക്ഷെ അതിന് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലും ടീച്ചർ സെന്റേഡ് ടീച്ചറിന് പ്രോമിനൻസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ടീച്ചർക്ക് ഒരു വലിയ കണ്ടന്റ് ഏറ്റവും പെട്ടെന്ന് കൺവേ ചെയ്യാൻ വേണ്ടി നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. 1 2 ചാപ്റ്റർ വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കാം. അതാണ് ലെക്ചർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. സോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഹാപ്പൻ ചെയ്യുക, ടീച്ചർ സെന്റേഡ് മെത്തേഡ് ആണ്, ആൻഡ് ഇൻഫർമേഷൻ ഡിസെമിനേഷൻ പോസിബിൾ ആണ്. ഇൻഫർമേഷൻ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കാം. അത് മാത്രമാണ് ഈ ഒരു മെത്തേഡ് വഴി സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ലെക്ചർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ലെക്ചർ തന്നെയാണ്, ലെക്ചറിന്റെ ഒരു സെപ്പറേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ദി ടീച്ചർ പ്രൊവൈഡ്സ് എക്സ്പ്ലിസിറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ഓൺ എ സ്പെസിഫിക് കൺസെപ്റ്റ് ഓർ സ്കിൽ. നിങ്ങൾ ഈ എക്സാം എഴുതുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഒന്നാമതായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, രണ്ടാമതായിട്ട് ഇന്നത് ചെയ്യണം, മൂന്നാമതായിട്ട് ഇത് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ടീച്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ്. അതൊരു സ്പെസിഫിക് സ്കില്ലോ കൺസെപ്റ്റോ നേടിയെടുക്കാൻ വേണ്ടി ഇന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണം എന്നാണ് പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലെക്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ ഇൻവോൾവ്സ് മോഡലിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കൺസെപ്റ്റ് മോഡലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് കാണിക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ആ ഡെമോൺസ്ട്രേഷനും ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ടീച്ചർ ലെഡ് ആണ്, ക്ലിയർ ഇൻസ്ട്രക്ഷൻ വിൽ ബി ദെയർ, ആൻഡ് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ കണ്ടന്റ് ഡെലിവറി. എങ്ങനെയാണ് ആ കണ്ടന്റ് എത്തുന്നത് എന്നുള്ളതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ സിമിലർ ടു ലെക്ചർ, ഓർ ഓൾമോസ്റ്റ് ഇതൊരു ലെക്ചർ തന്നെയാണെന്നും പറയാം. ദെൻ ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സയൻസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ടീച്ചർ ക്ലാസ് റൂമിന്റെ നടുക്ക് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ദിസ് ഇസ് കോൾഡ് ഡെമോൺസ്ട്രേഷൻ.
ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചറായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡെമോൺസ്ട്രേഷൻ. പക്ഷേ ഒരു സ്റ്റുഡൻറ് ഡയറക്ട്ലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നില്ല. പക്ഷേ ടീച്ചർ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. സ്റ്റുഡൻറ് ഡയറക്ട്ലി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് അധികമാകും, നഷ്ടങ്ങൾ പലതും സംഭവിക്കാം, ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ടീച്ചറായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ദി ടീച്ചർ ഷോസ് ഹൗ ടു പെർഫോം എ ടാസ്ക് ഓർ യൂസ് എ ടെക്നിക്. This is common in subjects that involve hands-on skill, such as science experiment or art projects. ഇവിടെ വരെ ചെയ്ത് നോക്കണം, ചെയ്ത് കാണിച്ചു കൊടുക്കണം. പക്ഷെ അവർക്ക് ഡയറക്ട്ലി ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ലോസ്, ഹ്യൂജ് ലോസ് സംഭവിക്കാം. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ വഴി കാണിച്ചു കൊടുക്കുന്നത്. ടീച്ചർ ലെഡ് ആണ്, ഒരു മോഡലിംഗ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹാൻഡ്സ് ഓൺ ലേണിംഗ് വിത്ത് ടീച്ചർ ഗൈഡൻസ്. അവർ ഡയറക്ട്ലി ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്നത് ശരിയല്ല, ബിക്കോസ് ടീച്ചർ അവിടെ ചെയ്യുന്നു. ടീച്ചർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. അതാണ് ഡെമോൺസ്ട്രേഷൻ. ദെൻ ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. Students engage in repetitive exercises or drills to reinforce knowledge and skills. ഒരു കാര്യം തന്നെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. സോ ദിസ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ മെമ്മറൈസേഷൻ ആൻഡ് പ്രാക്ടീസ്. ഒരു കൺസെപ്റ്റ് കാണാതെ പഠിക്കുകയാണെങ്കിൽ ഡ്രില്ല് നടക്കും. നമ്മൾ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞു പഠിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് പഠിക്കുമ്പോഴും അവിടെയും ഡ്രില്ല് നടക്കും. ടീച്ചർ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതും ഡ്രില്ലിന് എക്സാമ്പിൾ ആണ്. ടീച്ചർ ഡയറക്റ്റഡ് ആണ്, റിപ്പീറ്റേറ്റീവ് പ്രാക്ടീസ് ആണ്, റീഇൻഫോഴ്സ്മെന്റ്. വീണ്ടും വീണ്ടും ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് നമ്മളുടെ നോളജ് ബിൽഡ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. അടുത്തത് ചോക്ക് ബോർഡ് ആൻഡ് വൈറ്റ് ബോർഡ് ടീച്ചിങ്. ട്രഡീഷണൽ ടീച്ചിങ് എന്ന് തന്നെ ഉദ്ദേശിക്കാം. സോ ദി ടീച്ചർ യൂസസ് ചോക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ടു റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ്. സോ ഇറ്റ് ക്യാൻ ഇൻവോൾവ് വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾസ്. അതുവഴി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് ചോക്ക് ബോർഡ് വൈറ്റ് ബോർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചർ ലെഡ് ആണ്, വിഷ്വൽ പ്രസന്റേഷൻസ് വിൽ ബി ദെയർ ആൻഡ് കൺസെപ്റ്റ്സ് ബോർഡിന്റെ സഹായത്തോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന ലെക്ചർ. അതാണ് ചോക്ക് ബോർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ Q&A. So teacher poses questions to the class and expects students to respond. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ സ്റ്റുഡൻസ് പറയണമെന്ന് പ്രതീക്ഷിക്കുന്നു. So this can be used for checking understanding, reviewing material and promoting discussion. ഒരു കാര്യം പഠിപ്പിച്ചിട്ട് ഉടനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ എത്രമാത്രം സ്റ്റുഡൻസ് മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയായിരിക്കും അത്തരം ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അതേപോലെ മെറ്റീരിയൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയും ഡിസ്കഷൻസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് തരത്തിലുള്ള Q&A സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എഗെയിൻ ടീച്ചർ ലെഡ് ആണ്, ഇന്ററാക്ഷൻസ് ആണ് എയിം ചെയ്യുന്നത്. ആൻഡ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് യൂസ് ചെയ്യാം. Then Socratic method. Socratic method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the teacher engage students in a dialogue by asking open-ended questions. ടീച്ചർ സ്റ്റുഡൻസുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യും. അത് ചില നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഈ സബ്ജക്ട്സിനെ പറ്റി എന്ത് മനസ്സിലാക്കും, ഇവിടെ ഇന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സോ അത്തരത്തിലുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ട് സ്റ്റുഡൻസിന് അവരുടെ രീതിയിൽ അവതരിപ്പിക്കാവുന്ന ആൻസേഴ്സ് അവതരിപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദി ഗോൾ ഈസ് ടു സിമുലേറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രൊമോട്ട് ഡിസ്കഷൻ. സോ ഡിസ്കഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, കുട്ടികൾ കൂടുതൽ ചിന്തിക്കണം, അതിനു വേണ്ടിയാണ് സോക്രാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടീച്ചർ ലെഡ് ആണ് ആൻഡ് ക്വസ്റ്റ്യൻസ് ടു പ്രൊവോക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചിന്തിക്കാനുള്ള എബിലിറ്റി, ചിന്തിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. സോ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കൂടുതൽ സ്റ്റുഡൻസിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയാണ് സോക്രാറ്റിക് മെത്തേഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സ്ട്രെച്ചേഡ് ഡിസ്കഷൻസ്. സ്ട്രെച്ചേഡ് എന്ന് പറയുമ്പോൾ അത് ടീച്ചർ സെന്റേഡ് ആണ്. അൺസ്ട്രെച്ചേഡ് ആണെങ്കിൽ ഒരു പരിധി വരെ അത് സ്റ്റുഡൻറ് സെന്റേഡ് ആണ്. സോ ഇത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്നൊക്കെ പറയില്ലേ. എന്താണ് GD? ഇവിടെ ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ആ ഗ്രൂപ്പിൽ ഒരു ടോപ്പിക് ടീച്ചർ അസൈൻ ചെയ്യുന്നു. ടീച്ചർ അസൈൻ ചെയ്തതിനു ശേഷം ടീച്ചർ തന്നെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുവാണെങ്കിൽ, അതായത് ഡിസ്കഷൻ എങ്ങനെയൊക്കെ പോകണം, ഏതൊക്കെ ഏരിയ ഡിസ്കസ് ചെയ്യണം, എവിടെയെങ്കിലും ഡീവിയേഷൻസ് വരുവാണെങ്കിൽ ടീച്ചർ ഇന്റർവ്യൂൻ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിനെ സ്ട്രെച്ചേഡ് GD എന്ന് പറയും. റൈറ്റ്? സോ ദർ ആർ 3 types of GD. 3 രീതിയിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകാം. ഒന്ന് സ്ട്രെച്ചേഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, 2 സെമി സ്ട്രെച്ചേഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് അൺസ്ട്രെച്ചേഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സ്ട്രെച്ചേഡ് ആണെങ്കിൽ ടീച്ചർ അവിടെ കൺട്രോൾ ചെയ്യും. അത് ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ടീച്ചർ അവിടെ ആ ഒരു ഡിസ്കഷൻ പോവേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്,
അതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ടീച്ചർക്കുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രെച്ചേഡ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി സെമി സ്ട്രെച്ചേഡ് ആണെങ്കിൽ അവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് ടീച്ചർക്ക് അറിയാം. ഓപ്പണിംഗ് എങ്ങനെയായിരിക്കണം, എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത് എന്ന് ടീച്ചർക്ക് അറിയാം. പക്ഷെ ഡിസ്കഷനകത്ത് ടീച്ചർ അയച്ചു വിടുവാണ്, ഡിസ്കഷനകത്ത് ടീച്ചർ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ സെമി സ്ട്രെച്ചേഡ് എന്ന് പറയും. ഇനി അൺസ്ട്രെച്ചേഡ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും ഡിസ്കഷന്റെ എൻഡും എല്ലാം ആ ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുകയാണ്. അതിനെയാണ് അൺസ്ട്രെച്ചേഡ് എന്ന് പറയുന്നത്. സോ സ്ട്രെച്ചേഡ് ഡിസ്കഷൻസ് ആണെങ്കിൽ അത് ടീച്ചർ സെന്റേഡ് ആണ്, ബിക്കോസ് ടീച്ചറാണ് അവിടെ പ്രോമിനൻസ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ഡിസ്കഷൻ സ്റ്റേസ് ഫോക്കസ്ഡ് ഓൺ സ്പെസിഫിക് ടോപ്പിക്സ് ഓർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് സ്ട്രെച്ചേഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത് ടീച്ചർ തീരുമാനിക്കും. ഒരു ടോപ്പിക് ഏരിയ ലൈക്ക് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റിയാണ് ഡിസ്കഷൻ നടത്തേണ്ടത്, ഏത് ടീച്ചിങ് മെത്തേഡാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക് കൊടുത്തതിന് ശേഷം ടീച്ചർ ഈ ഡിസ്കഷൻ എവിടെയെങ്കിലും ടീച്ചിങ് മെത്തേഡിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഉടനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ആ ടോപ്പിക് റെലവെന്റ് അല്ല, ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രെച്ചേഡാണ്. അതേസമയം ടീച്ചർ ഒരു രീതിയിൽ ഇന്റർവ്യൂ ചെയ്യാതെ വിട്ടേക്കുവാണ്, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാം, ഫൈനലി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം എന്നാണെങ്കിൽ അതിനെ അൺസ്ട്രെച്ചേഡ് ഡിസ്കഷൻ എന്നും പറയാം. സോ സ്ട്രെച്ചേഡ് ഡിസ്കഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ടീച്ചർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്. സോ മെത്തേഡുകളെല്ലാം ക്ലിയർ ആണോ? ടീച്ചർ സെന്റേഡ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞത് ലെക്ചർ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഡെമോൺസ്ട്രേഷൻ, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, ചോക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ടീച്ചിങ്, ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, സോക്രട്ടിക് മെത്തേഡ്, സ്ട്രെച്ചേഡ് ഡിസ്കഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഏതെങ്കിലും മെത്തേഡ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ശരി. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നൗ PYQs കാണാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള PYQs. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ആൻസർ തരണം കേട്ടോ. ഇൻ എ ലേണേഴ്സ് ആൻഡ് ടീച്ചിങ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേണേഴ്സ് ആയിട്ടുള്ള ടീച്ചിങ് എൻവയോൺമെന്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ഓൺ ലേണിംഗ്, ആർ പാസീവ് ലിസണേഴ്സ്, ആർ കൺസിഡേർഡ് as having similar abilities, sorry, make decision about what and how they will learn. ഇതാണ് 4 ഓപ്ഷൻസ്. സോ ഒരു ലേണർ സെന്റേഡ് ആയിട്ടുള്ള ടീച്ചിങ് എൻവയോൺമെന്റ് സ്റ്റുഡൻസിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും? അവരുടെ ലേണിംഗിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, അതോ അവർ പാസീവ് ലിസണേഴ്സ് ആയിരിക്കുമോ, അതോ എല്ലാവരെയും ഒരേ രീതിയിലാണോ കൺസിഡർ ചെയ്യുന്നത്, എല്ലാ സ്റ്റുഡൻസും ഒരേ എബിലിറ്റി ഉള്ളവരാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കുമോ ആ മെത്തേഡ് റൺ ചെയ്യുന്നത്, ഓർ അവർ സ്റ്റുഡൻസ് തന്നെയാണോ ഡിസിഷൻസ് എടുക്കുന്നത്, അവർ ലേണിംഗുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് അവർക്ക് തന്നെ എടുക്കാനുള്ള പ്രോമിനൻസ് ഉണ്ടോ? ഇതിൽ ഏതൊക്കെയാണ് ലേണർ സെന്റേഡ് മെത്തേഡുമായി ബന്ധപ്പെട്ട റൈറ്റ് ആൻസർ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പെർഫെക്റ്റ് ആൻസർ പറഞ്ഞു. സോ ഫസ്റ്റ് തിങ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇസ് ദയർ, റൈറ്റ്. ആക്റ്റീവ്ലി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവരുടെ ലേണിംഗിൽ. അതുകൊണ്ട് തന്നെ പാസീവ് ലിസണേഴ്സ് അല്ല. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പാസീവ് ലിസണേഴ്സ് അല്ല. ദേ ആർ കൺസിഡേർഡ് ഹാവിംഗ് സിമിലർ എബിലിറ്റീസ്. ഇല്ല, അവരെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാ? ഡിഫറൻഷിയേറ്റഡ് ആണ്, അവർ ഡിഫറെന്റ് ആണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. ആ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ സിമിലർ എബിലിറ്റീസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദേ മേക്ക് ഡിസിഷൻ അബൌട്ട് വാട്ട് ആൻഡ് ഹൗ ദേ വിൽ ലേൺ. എങ്ങനെയാണ്, എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അവകാശവും സ്റ്റുഡൻസിനുണ്ട്. സോ ഓപ്ഷൻ എയും ഡിയുമാണ് റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് അഡാപ്റ്റീവ് ടീച്ചിങ് ആൻഡ് റെസിപ്രോക്കൽ ടീച്ചിങ്. കണ്ടോ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റീഡ്. അവർ വായിച്ച കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയും സഹായിക്കുക എന്നുള്ളതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ എയിം. രണ്ടാമതായിട്ട്, അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2, അഡാപ്റ്റീവ് ടീച്ചിങ് പ്രൊവൈഡ്സ് all students with challenging instruction and use support when needed, but removes these support as students become able to
ഹാൻഡിൽ മോർ ഓൺ ദെയർ ഓൺ. സോ ഇവിടെ ചാലഞ്ചിങ് അല്ല കേട്ടോ, ഇത് ചേഞ്ചിങ് ആണ്. ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണത്. Adaptive teaching provides all students with changing instruction and uses support when needed, but removes the support as students become able to handle more on their own. What do you think? So, നിങ്ങൾ അഡാപ്റ്റീവ് ടീച്ചിങ് മനസ്സിലായെന്ന് എന്നോട് പറഞ്ഞിരുന്നു, റെസിപ്രോക്കൽ ടീച്ചിങ് മനസ്സിലായെന്ന് എന്നോട് പറഞ്ഞതാണ്. സോ ഐ എക്സ്പെക്ട് ദി റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റെഡ്. അവർ വായിച്ച കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനാണ് റെസിപ്രോക്കൽ ടീച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ശരിയാണല്ലോ. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു റീഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് കൂടുതൽ വായിക്കാനും അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും ദെൻ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അഡാപ്റ്റീവ് ടീച്ചിങ് പ്രൊവൈഡ്സ് ഓൾ സ്റ്റുഡൻസ് with a changing instruction and uses support when needed, but removes the support as students become able to handle more on their own. Initially students സപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ ഗ്രാജുവലി ആ സപ്പോർട്ട് ഒഴിവാക്കുന്നു. സ്വന്തമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറാവുമ്പോഴേക്കും ആ ഒരു സപ്പോർട്ട് ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത് ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും അതിന്റെ പെർഫെക്റ്റ് മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. So the right answer is option A. Both statement 1 and statement 2 are true. Clear അല്ലേ എല്ലാവർക്കും? ഇത് ഞാൻ വീണ്ടും പറയും, നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ്ങും അഡാപ്റ്റീവ് ടീച്ചിങ്ങും പോലുള്ള മെത്തേഡുകൾ, ഇന്നോവേറ്റീവ് മെത്തേഡുകൾ എന്ന് പറയാം. ഈ മെത്തേഡുകളൊക്കെ കൃത്യമായിട്ട് നോക്കിയിരിക്കണം, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. See the question. Which of the following is not a characteristic of ടീച്ചർ-സെന്റേർഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്? ടീച്ചർ-സെന്റേർഡ് മെത്തേഡിന്റെ ഒരു ഫീച്ചർ അല്ലാത്ത ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റുഡൻസ് ആർ പാസീവ് ലേണേഴ്സ്. ടീച്ചേഴ്സ് ആക്ട് ആസ് ഫെസിലിറ്റേറ്റർ ഫോർ ലേണിംഗ്. സ്റ്റുഡൻസ് ഡയറക്റ്റ് ലേണിംഗ് ആക്ടിവിറ്റീസ്. Then teacher directs learning activities. Then learning is based on collaboration between students. Learning is based on student interests. ഇതിൽ ഏതൊക്കെയാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സിന്റെ മെത്തേഡ് ആണ് കേട്ടോ, അതിന്റെ ഫീച്ചർ അല്ലാത്തത് പറയും. ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്ത ഐഡന്റിഫൈ ചെയ്യാമല്ലോ. ഓക്കെ, ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, ടീച്ചർക്കാണ് അവിടെ പ്രോമിനൻസ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാസീവ് ലിസണേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ ഒരു ഫീച്ചർ ആണ്. സോ നമ്മളിവിടെ അല്ലാത്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ ഒരു ഫീച്ചർ ആണ്. സോ അതിനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. രണ്ടാമത്തത്, ടീച്ചർ ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ലേണിംഗ്. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ അല്ല, കംപ്ലീറ്റ് കൺട്രോൾ ആണ് ഏറ്റെടുക്കുന്നത്. ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കൺട്രോൾ ആണ്. സോ ഫെസിലിറ്റേറ്റർ അല്ല. സോ ദാറ്റ് ഈസ്, നമ്മളത് നോട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കണം. അടുത്ത ഓപ്ഷൻ എന്താണ്? ടീച്ചർ ഡയറക്ട്സ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ടീച്ചർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ പെടില്ല. അടുത്തത്, ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ കൊളാബറേഷനിലാണോ ലേണിംഗ് ഹാപ്പൻ ചെയ്യപ്പെടുന്നത്? തിങ്ക്, അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസിന്റെ കൊളാബറേഷനിൽ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിവിടെ സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം. അവസാനത്തെ ഓപ്ഷൻ കൂടി നോക്കുക, അതിനുശേഷം അതിലേക്ക് വരാം. ദെൻ ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്. ലേണിംഗ് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റിൽ ബേസ് ആവുന്നത് ഏതിനകത്താണ്? ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡിലാണ്. സ്റ്റുഡന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡാണ്. ദാറ്റ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് റൈറ്റ് അവേ ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബിയും ഇയും ആണ്. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബി, ഡി, ഇ ഉണ്ട്, ബി ആൻഡ് ഇ ഉണ്ട്. റൈറ്റ്. സോ വാട്ട് അബൌട്ട് ഡി? ഓപ്ഷൻ ഡി എന്താണ്? ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏതിനകത്താണ്? ടീം ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്.
പിയർ ലേണിംഗ്, ഇതെല്ലാം ലേണർ സെൻറ്റേഡ് മെത്തേഡാണ്. റൈറ്റ്? ടീം ലേണിംഗ്, അതേപോലെ കൊളാബറേറ്റീവ് ലേണിംഗ്, പിയർ ലേണിംഗ്, ഇതെല്ലാം ലേണർ സെൻറ്റേഡ് ആണ്. ഒരു കാരണവശാലും അത് നമ്മൾ ടീച്ചിങ് സെൻറ്റേഡ് മെത്തേഡിനകത്ത് പറയരുത്. സോ ഓപ്ഷൻ ബി, ദെൻ ഡി ആൻഡ് ഇ, ഇത് മൂന്നും ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, നോട്ട് ബി. ബി എന്ന് നമ്മൾ ബി ശരിയാണ്, പക്ഷേ സിക്കകത്ത് പറയുന്ന ഓപ്ഷൻ ഡിയും കൂടി അതിനകത്ത് ഉൾപ്പെടണം. അതുകൊണ്ടാണ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ ആണോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ. The teaching that provides all students with a challenging instruction and user support when they needed, and but removes those support as students become able to handle more of their own is called. പറഞ്ഞു. അവരെ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചേഞ്ചിങ് ആക്കിയിരുന്നു. എനിവേ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് പ്രകാരം ശരിയാണ്, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. So the right answer is റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം PYQs ആണ്, റാൻഡംലി ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുമല്ല, PYQ ആണ്. So the right answer is adaptive teaching. Adaptive teaching. Then അടുത്ത ക്വസ്റ്റ്യൻ. Which of the following tools are used for creating and sharing mind maps? So mind maps നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ. So ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം? Xmind, Mindomo, Foggle, MindMeister, Miro. ഓക്കെ, ജസ്റ്റ് ഓർക്കുക. ഞാനിത് ആക്ച്വലി നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. ഈ തന്നിരിക്കുന്നതിൽ എല്ലാ ടൂളുകളും നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നാലും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ടൂളുകളും നമുക്ക് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകളാണ്. Xmind ആയാലും മൈൻഡോമോ ആയാലും ഗൂഗിൾ ആയാലും ദെൻ MindMeister, Miro, ഇതെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂളാണെന്ന് ഓർത്തേക്കുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. മൈൻഡ് മാപ്പിംഗ് ടൂളുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. Xmind ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്, അതിൽ കൂടുതലൊന്നും വേണ്ട. അതായത് ഇത് ഒരു പോപ്പുലർ മൈൻഡ് മാപ്പിംഗ് ടൂളാണ് that allows users to create and share mind maps, diagram and charts. It offers a range of features including Gantt chart, fishbone diagram, മെട്രിക്സ് ഡയഗ്രാം തുടങ്ങിയിട്ടുള്ള ഡയഗ്രാംസ് വരയ്ക്കാനുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവന്തോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇനഫ്. സോ Xmind, ദെൻ മൈൻഡോമോ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ മൈൻഡ് മാപ്സ്, കൺസെപ്റ്റ് മാപ്പ് ആൻഡ് ഔട്ട്ലൈൻ. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്, അഗെയിൻ മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. Then Google, a web-based mind mapping tool that allows users to create and share mind maps, flowchart and diagram. സെയിം പർപ്പസ് തന്നെയാണ് ഇതിനെല്ലാം. ഓക്കെ, ഇമേജ് അപ്ലോഡ് ചെയ്ത് PDF വഴിയൊക്കെ നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഗൂഗിളിൽ സാധിക്കും. അടുത്തത് MindMeister, വെബ് ബേസ്ഡ് ആയിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ മൈൻഡ് മാപ്സ്, കൺസെപ്റ്റ് മാപ്പ് ആൻഡ് ഔട്ട്ലൈൻസ്. സെയിം തിങ്. അടുത്തത് Miro, അഗെയിൻ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡ് പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ്സ് എ വൈറ്റ് ബോർഡ് ലൈക്ക് നമ്മുടെ സൂമിന്റെ വൈറ്റ് ബോർഡില്ലേ, അതേപോലുള്ള വൈറ്റ് ബോർഡാണ്. കോമൺലി കൊളാബറേറ്റീവ് ലേണിംഗിന് ഉപയോഗിക്കാവുന്ന വൈറ്റ് ബോർഡാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് മാപ്പിങ്ങും പോസിബിൾ ആണ്. അതാണ് Miro. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഷെയർ ചെയ്തത്. Xmind, മൈൻഡോമോ, ഗൂഗിൾ, MindMeister, Miro ഇവയെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂളുകളാണെന്ന് ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Miss Smith wants to create a mind map for her students to understand the different parts of flowers. Which of the following tools would be more suitable? അവർക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ടൂളുകളാണ് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്? മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഐഡന്റിഫൈ ചെയ്താൽ മതി.
ഓപ്ഷൻ സി. ഓക്കെ, സി മിറോ മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ്, നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. മിറോ ഈസ് എ മൈൻഡ് മാപ്പിംഗ് ടൂൾ. ദെൻ കോഗിൾ എന്ന് പറയുന്ന മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. മൈൻഡ് മീസ്റ്റർ എന്ന് പറയുന്ന മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. ഈ 3 മൈൻഡ് മാപ്പിംഗ് ടൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് എ, സി ആൻഡ് ഡി. എ, സി ആൻഡ് ഡി എവിടെയാണ് വരുന്നത്? സോറി, എ, ബി ആൻഡ് ഡി. എ, ബി ആൻഡ് ഡി വരുന്നത് ഓപ്ഷൻ സിയിലാണ്. എ, ബി ആൻഡ് ഡി. അപ്പോൾ വാട്ട് അബൌട്ട് പോഡ്കാസ്റ്റ് ആൻഡ് പോഡ്കാസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. പോഡ്കാസ്റ്റിംഗ് ടൂൾ ആയിരിക്കാം. ആൻഡ് എഡ് പസിൽ. എഡ് പസിൽ എന്താണെന്ന് പറഞ്ഞേക്കാം. പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഓഡിയോ ഷെയർ ചെയ്യുന്ന, ഇപ്പോൾ നമുക്കിപ്പോൾ ഓഡിയോ പോഡ്കാസ്റ്റുകൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, റേഡിയോ പോലെ തന്നെ നമുക്ക് കണ്ടന്റുകൾ ഓഡിയോ വൈസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം നമ്മൾ ഈ പറയുന്ന പോഡ്കാസ്റ്റ്. ഐ ഡോണ്ട് നോ, അത് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. മേ ബി ലൈക്ക് പോഡ്കാസ്റ്റ് ആയിരിക്കും. ദെൻ എഡ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് വീഡിയോ ലെസൺസ് ഫോർ സ്റ്റുഡൻസ്. ദിസ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. എഡ് പസിൽ എന്താണ്? എഡ് പസിൽ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഇന്ററാക്റ്റീവ് വീഡിയോ ലെക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ വന്നിട്ടുണ്ട് എഡ് പസിൽ. മാച്ച് ദി ഫോളോയിങ് ആയിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഒരു 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 ക്വസ്റ്റ്യൻ മേ ബി ഫ്രം ഒരു വീഡിയോ ടൂളുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഒരെണ്ണം വീഡിയോ കോൺഫറൻസിങ് ടൂൾ ആകാം, ലൈക്ക് സൂമിനെ പറ്റി ചോദിക്കാം. ഒരെണ്ണം നമ്മൾ പറഞ്ഞ മൈൻഡ് മാപ്പ് ആകാം. അങ്ങനെ പുതിയ സോഫ്റ്റ്വെയർ ടൂളുമായി ബന്ധപ്പെട്ട മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ എഡ് പസിൽ ഓർക്കുക. എഡ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇന്ററാക്റ്റീവ് വീഡിയോ ലെക്ചർ ക്രിയേഷൻ ടൂൾ. ഇറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് എബിലിറ്റി ടു ആഡ് ക്വസ്റ്റ്യൻസ്, വോയിസ് ഓവർ ആൻഡ് നോട്ട്സ് ടു വീഡിയോ. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് എഡ് പസിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഓൺലൈൻ ടൂൾസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്പ്? അഗെയിൻ, മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഐഡന്റിഫൈ ചെയ്യൂ. ഗൂഗിൾ, ഫ്ലിപ്ഗ്രിഡ്, മൈൻഡ് മീസ്റ്റർ, ഗൂഗിൾ ഫോംസ്, മിറോ. അവിടെ മൈൻഡ് മീസ്റ്ററും ഗൂഗിൾ ഫോംസും വീണ്ടും വന്നിട്ടുണ്ട്. സോറി, മിറോയും വീണ്ടും വന്നിട്ടുണ്ട്. ആൻസർ പറയൂ പ്ലീസ്. നിങ്ങൾ ഇതിന് ആൻസർ തരണം കേട്ടോ എല്ലാവരും. ബിക്കോസ് ഐ വാണ്ട് യു ടു ഫെമിലിയറൈസ് വിത്ത് എ കൺസെപ്റ്റ്. അതുകൊണ്ടാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നിന്ന് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കിവിടെ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ അറിയാമെങ്കിലും, പാർട്ട് ഓഫ് ദി ആൻസർ അറിയാമെങ്കിലും നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ UGC എക്സാമിനേഷന് കാണുന്ന ഒരു ടെൻഡൻസി അങ്ങനെയാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിരിക്കില്ല. ഇത്തരത്തിൽ നമുക്കിവിടെ പാർട്ടേ അറിയൂ. നമുക്ക് 2 ഓപ്ഷൻസ് അറിയാം, മിറോയും മൈൻഡ് മീസ്റ്ററും. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് മാപ്പിംഗ് നടത്താമെന്ന് നമുക്കറിയാം. മൈൻഡ് മീസ്റ്ററും മിറോയും. വി ഡോണ്ട് നോ അബൌട്ട് ഗൂഗിൾ. പക്ഷേ ഓപ്ഷൻസിൽ സി ആൻഡ് ഇ വരുന്നത് ഗൂഗിളിന്റെ കേസിൽ മാത്രമാണ്. റൈറ്റ്? സിയും ഇയും എയും. ഗൂഗിൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. അതുകൊണ്ടാണ് ഗൂഗിളിന്റെ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്പിംഗ് നടത്താം. അതുകൊണ്ടാണ് ഗൂഗിൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഗൂഗിൾ, മൈൻഡ് മീസ്റ്റർ ആൻഡ് മിറോ, ഇത് 3ഉം മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. ഓക്കെ, ഗൂഗിൾ ഒരുപാട് ടൂളുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഗൂഗിൾ ഡ്രോയിങ്സ് ആൻഡ് ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്. ഗൂഗിൾ ഡ്രോയിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഗൂഗിൾ ഡ്രോയിങ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗൂഗിൾ റൈറ്റ് ആൻസർ ആയത്. ദെൻ ഫ്ലിപ്ഗ്രിഡ് എന്ന് പറയുന്നത് വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. ഫ്ലിപ്ഗ്രിഡ് is a video discussion platform that allows teachers to create and share video prompts with their students. വീഡിയോസ് ടീച്ചേഴ്സിന് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫ്ലിപ്ഗ്രിഡ് ആക്ട് ചെയ്യുന്നത്. വൈൽ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ക്രിയേറ്റിംഗ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പിന് വേണ്ടി അത് ഡയറക്ട്ലി ക്രിയേറ്റഡ് അല്ല. വിഷ്വൽ എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, വിഷ്വൽ എയ്ഡ് എന്നുള്ള രീതിയിലാണ് ഫ്ലിപ്ഗ്രിഡ് യൂസ് ചെയ്യാൻ സാധിക്കുക. അടുത്തത് ഗൂഗിൾ ഫോംസ് ആണ്, അറിയാമല്ലോ. സർവേ ടൂൾ. ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന ഒരു സർവേ ടൂൾ ആണ് ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ സർവേസ്, ക്യൂസസ് ആൻഡ് അതർ ഫോംസ്. മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ ഗൂഗിൾ, ഫ്ലിപ്ഗ്രിഡ് ആൻഡ് ഗൂഗിൾ ഫോംസ്, ഈ ഓരോ ടൂളുകളും കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ICT ടൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് മൈൻഡ് മാപ്പിംഗ്? അഗെയിൻ സെയിം ക്വസ്റ്റ്യൻ.
മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ്? മൈൻഡ് മീസ്റ്റർ, എക്സ് മൈൻഡ്, സി മാപ്പ്, സ്ക്രീൻ കാസ്റ്റോമാറ്റിക്, അഡോബ് ഫോട്ടോഷോപ്പ്. ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക? ഓക്കെ, ഗുഡ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി മൈൻഡ് മാസ്റ്ററിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. മൈൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ് മൈൻഡും നമ്മൾ ഓൾറെഡി കണ്ടതാണ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് പറഞ്ഞപ്പോൾ. സോ മൈൻഡ് മിസ്റ്ററും എക്സ് മൈൻഡും പറഞ്ഞു. സി മാപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഓപ്ഷൻസ് പ്രകാരം സി മാപ്പ് അവിടെ ചേർന്ന് വരുന്നുണ്ട്. എ ബിയും വരുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല, സിയും അവിടെ ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ എക്സ് മൈൻഡ് is a desktop or mobile mind mapping software that enables users to create various types of diagram such as mind maps, fishbone diagram, timelines and organization charts. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, മൊബൈലിൽ യൂസ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ സി മാപ്പ്. സി മാപ്പ് ഇസ് എ സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് കൺസെപ്റ്റ് മാപ്സ് which are graphical representation of knowledge that shows concepts and their relationship. കൺസെപ്റ്റ് മാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് സി മാപ്പ്. ദെൻ സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്ന് പറയുന്നത് ഇസ് എ സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് സ്ക്രീൻ റെക്കോർഡിംഗ്. സ്ക്രീൻ റെക്കോർഡിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഒരു വീഡിയോ ട്യൂട്ടോറിയൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്. ദെൻ ഫൈനലി ഫോട്ടോഷോപ്പ് അറിയാമല്ലോ. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ഫോർ എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡിജിറ്റൽ ഇമേജസ്. ഡിജിറ്റൽ ഇമേജസ് എഡിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത്. Then again മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. ഓൺലൈൻ ടൂൾസും അതിന്റെ ഫങ്ഷൻസും നിങ്ങളൊന്ന് മാച്ച് ദി ഫോളോയിങ് ചെയ്യും. എഡ്പസിൽ ഉണ്ട്, മൈൻഡ് മീസ്റ്റർ ഉണ്ട്, ദെൻ ഗൂഗിൾ ഡോക്സ്, മെന്റിമീറ്റർ. അതിൽ എഡ്പസിലും മൈൻഡ് മീസ്റ്ററും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഗൂഗിൾ ഡോക്സ് ഐ ഹോപ്പ് യു നോ. മെന്റിമീറ്റർ ആണ് അവിടെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത്. മാച്ച് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് രണ്ടെണ്ണമൊക്കെ അറിയാമെങ്കിൽ തന്നെ മാച്ച് ചെയ്യാൻ പറ്റും നോർമലി. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ മൈൻഡ് മീസ്റ്റർ ഫോർ മൈൻഡ് മാപ്പിംഗ് ദാറ്റ് വി നോ. വാട്ട് അബൌട്ട് എഡ്പസിൽ? എഡ്പസിൽ എന്തിനു വേണ്ടിയായിരുന്നു? എഡ്പസിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, റൈറ്റ്? ഇന്ററാക്റ്റീവ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്പസിൽ. ഓക്കെ, സോ A3 ആൻഡ് B4. A3 വരുന്നതും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? A4 ആണല്ലേ. A4 വരുന്നതും B3 വരുന്നതുമായിട്ടുള്ള ഓപ്ഷൻ. ഗോട്ട് ഇറ്റ്? A4 വരുന്നതിൽ മാത്രമല്ലേ ഉള്ളൂ, ആൻഡ് B3 വരുന്നത് ഇതിൽ മാത്രമാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സി, ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്കിന് വേണ്ടി ഉപയോഗിക്കാം ഡോക്സ്. ദെൻ മെന്റിമീറ്റർ എന്തിനു വേണ്ടിയാണ്? കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മെന്റിമീറ്റർ. അത് ടീച്ചിങ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൺസെപ്റ്റ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഗൂഗിൾ ഡോക്സ്. പറയാത്തൊരു ടേമാണ്, പറയാത്ത സോഫ്റ്റ്വെയർ. സോ ഇറ്റ്സ് എ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം, വെബ്-based word processing tool that allows users to create, edit, and share documents online. It offers range of features including real-time collaboration, commenting, and version history. അതായത് നമ്മുടെ വേഡ് ഫയൽ പോലെ, MS വേഡ് പോലെ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള വേഡ് പ്രോസസ്സിംഗ് ടൂളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അതിനൊക്കെയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ദെൻ മെന്റിമീറ്റർ, ഞാനിവിടെ മാച്ച് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജസ്റ്റ് നോക്കി. ഗൂഗിൾ ഡോക്സ് എന്തായിരുന്നു? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു.
ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് ഷെയർ ഡോക്യുമെന്റ്സ് ഓൺലൈൻ. ഗൂഗിൾ ഡോക്സ് അപ്പോൾ എന്ത് വരണം? കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ആണ്, കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ്, ഇവിടെയാണ് വരേണ്ടത്. ദെൻ മെന്റിമീറ്റർ എന്താണ്? മെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പോളിംഗ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്ന ടൂളാണ്. അവിടെ ഞാൻ പറഞ്ഞതിലൊരു എറർ ഉണ്ടെന്ന് കറക്റ്റ് ചെയ്തേക്കാം കേട്ടോ. സോ മെന്റിമീറ്റർ ഇസ് എ ഓൺലൈൻ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് കണ്ടക്ടിങ് ലൈവ് പോൾ ആൻഡ് സർവേസ്. ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ, ക്യൂസസ്, സർവേസ് ആൻഡ് റിയൽ ടൈം ഫീഡ്ബാക്ക് ഫോർ എം ഓഡിയൻസ്. സോ ക്യൂസസ് ക്രിയേറ്റ് ചെയ്യുക, സർവേ കണ്ടക്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടി മെന്റിമീറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ ഞാൻ പറഞ്ഞ ആൻസർ ഓപ്ഷൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത്, ഇനി മെന്റിമീറ്റർ 1 വരണം, D1 വരണം. ഇല്ല, ഇതിനകത്ത് ആൻസർ കീയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. തന്നിരിക്കുന്ന ആൻസർ കീയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. Now, moving on. Which of the following are characteristics of mind mapping? Mind mapping ന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാവുന്നത് എന്തൊക്കെയാണ്? It is built around a central topic. Uses of long sentences and a paragraph to explain the content. The branches of a particular topic form a connected nodal structure. Use of images and symbols to represent ideas. So mind mapping എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? മൈൻഡ് മാപ്പിംഗിൽ ഈ പറയുന്ന ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് മാച്ച് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പറയും. മൈൻഡ് മാപ്പിംഗിൽ എന്തൊക്കെയുണ്ട്? ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ടോപ്പിക്കിൽ ബേസ്ഡ് ആണ്, റൈറ്റ്? ലോങ് സെന്റൻസോ പാരഗ്രാഫോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ദെൻ ബ്രാഞ്ചസ്, ഓരോ ബ്രാഞ്ചസും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കും കണക്ഷൻസും ആണ് ഓരോ ബ്രാഞ്ചസും കാണിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് സിംബൽസോ ഇമേജസോ ഉപയോഗിച്ചുകൊണ്ട് ഐഡിയ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ചേരുമ്പോൾ സോ 2 എയും സിയും ഡിയുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ് എന്താണ്? കൺസെപ്റ്റ് പറഞ്ഞു. ഇതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ മൈൻഡ് മാപ്പിങ്ങിന്. ഈ ഒരു സെൻട്രൽ തീം അവിടെ ഉണ്ട്. ആ സെൻട്രൽ തീമിൽ നിന്ന് ഡിഫറെന്റ് ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസ് മേ ബി വീഡിയോസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇമേജസും വീഡിയോസും നമുക്ക് പറ്റുമെന്ന് പറഞ്ഞത്. ദെൻ ഒരു തീം 1, ആ തീം 1മായി ബന്ധപ്പെട്ട് സബ് തീംസ് 3 എണ്ണം. ഓക്കെ, അതേപോലെ അതിനെ ബ്ലെൻഡ് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന ഏരിയ എന്താണ്? അങ്ങനെ അഡീഷണലി നമുക്ക് തോന്നുന്ന ആ ഒരു തീമുമായി കണക്ട് ചെയ്യുന്ന ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ആണ് ഓരോ ബ്രാഞ്ചുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഓരോ ബ്രാഞ്ചുകളും സമ്മപ്പ് ചെയ്യുമ്പോൾ ആ എൻറ്റയർ തിങ് എന്താണ്, ആ എൻറ്റയർ കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇതാണ് മൈൻഡ് മാപ്പിംഗ്. ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യാനുണ്ടോ? ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ പറയും. മൈൻഡ് മാപ്പിങ്ങോ റിലേറ്റഡ് കൺസെപ്റ്റോ ഏതെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ പറയും. ക്ലിയർ ആണെങ്കിൽ അതും പറയണേ. ക്ലിയർ ആണ് സർ. ശരി, ഓക്കെ, ഫൈൻ. ഇനി അടുത്തൊരു ഏരിയ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇതൊരു റിപ്പീറ്റേഷൻ തന്നെയാണ്, ബിക്കോസ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ വാട്ട് ടു സേ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ടെക്നിക്സ് ആൻഡ് ടൂൾസ് ആണ്. അത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ്തനിങ് ഓർ വീക്കണിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ ഒരു പുതിയ ബിഹേവിയർ അക്യൂർ ചെയ്യുന്നത് ലേണിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്നു, കൂടുതൽ ബെറ്റർ ആക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, വീക്കൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് അവർ ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ മനസ്സിലാക്കുന്നു പഠനത്തിലൂടെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും ഇത്തരത്തിലൊരു ബിഹേവിയർ ചേഞ്ച് ആണ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലേണിംഗിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്തേക്കുക. ദെൻ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദർ ഇസ് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഒരു തവണ. ഞാൻ അതുകൊണ്ട് വേഗം പറയുന്നു. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് പ്രയർ നോളജ്. പ്രീവിയസ്ലി അദ്ദേഹത്തിന്റെ നോളജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ലേണിംഗ് സ്റ്റൈൽ, ഏതൊക്കെ ലേണിംഗ് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്? മേ ബി വിഷ്വൽ ലേണിംഗ്സ് ആകാം, വെർബൽ ലേണിംഗ്സ് ആകാം,
ഓഡിറ്ററി ലേണിംഗ്സ് ആകാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. മോട്ടിവേഷൻ, എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ് ആ ഒരു സബ്ജക്ട് പഠിക്കുന്നതിൽ, ആ ഇൻഡിവിജ്വൽ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണെന്നുള്ളത് അത് ഇതിന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ദെൻ കോഗ്നിറ്റീവ് സ്കിൽസ് ലൈക്ക് അവരുടെ മെന്റൽ പ്രോസസ്സുകൾ, മെമ്മറി, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതെല്ലാം അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റഡി ഹാബിറ്റ്സ്, effective study habits, time management, and organizational skills contribute to academic success. ഒരു ടൈം മാനേജ്മെന്റ് എബിലിറ്റി, ഓർഗനൈസേഷൻ എബിലിറ്റി, ഇതെല്ലാം ഒരു ലേണറുടെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പല ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രയർ നോളജ് ഓഫ് ദി ലേണർ, ലേണിംഗ് സ്റ്റൈൽസ്, മോട്ടിവേഷൻ, ദെൻ കോഗ്നിറ്റീവ് സ്കിൽസ് ആൻഡ് സ്റ്റഡി ഹാബിറ്റ്സ്. ഇനി സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിയർ ഇന്ററാക്ഷൻ, എത്രമാത്രം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗ്രൂപ്പ്, അതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്, അവിടെയൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അത് ലേണിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിയർ ഇന്ററാക്ഷൻ. ദെൻ സോഷ്യൽ ഐഡന്റിറ്റി, സോ ലേണർ ഐഡന്റിഫൈ വിത്ത് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ കൾച്ചറൽ, എത്നിക് ആൻഡ് ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ ഇടയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്തൊക്കെ ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഏത് കൾച്ചറിൽ നിന്നുള്ളവരാണ്, ഏത് എത്തിനിസിറ്റിയാണ് അവർ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട്, അതും ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. ദെൻ സോഷ്യൽ സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, കൊളാബറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ആൻഡ് പല സിറ്റുവേഷൻസ് ഒക്കെ നാവിഗേറ്റ് ചെയ്യാനും നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതൊക്കെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമാണ്. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, കൊളാബറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ററാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെയാണ് കൊളാബറേഷനിൽ വരുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എത്രമാത്രം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതും അദ്ദേഹത്തിന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. സോ ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പിയർ ഇന്ററാക്ഷൻ, സോഷ്യൽ ഐഡന്റിറ്റി, സോഷ്യൽ സ്കിൽസ്, ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ആൻഡ് ഫൈനലി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. മൂന്നാമതായി ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൽഫ് കൺസെപ്റ്റ്, ആ ഇൻഡിവിജ്വൽ സ്വന്തമായിട്ട് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, ആ ഇൻഡിവിജ്വൽ സ്വയം, ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എന്നെ പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതാണ് സെൽഫ് കൺസെപ്റ്റ് വരുന്നത്. അതേപോലെ ഇമോഷണൽ വെൽബീയിങ്, എത്രമാത്രം ഇമോഷൻസ് കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പോസിറ്റീവ് ഇമോഷൻസ്, ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഓവറോൾ വെൽബീയിങ് കോൺട്രിബ്യൂട്ട് ടു കൺഡ്യൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ്. ഒരു ഇമോഷണൽ വെൽബീയിങ് നമുക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ലേൺ ചെയ്യും. ഇമോഷണൽ വെൽബീയിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് വിൽ ലീഡ്സ് ടു ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണമാകും. ദെൻ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, റെക്കഗ്നൈസിങ് ആൻഡ് അഡ്രസ്സിങ് സ്ട്രെസ് ഈസ് ക്രൂഷ്യൽ ഫോർ ലേണേഴ്സ് ഇമോഷണൽ ഹെൽത്ത്. സ്ട്രെസ്സും ആൻസൈറ്റിയും മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ ഹെൽത്ത് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ദെൻ മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെന്റ്, ഇമോഷണൽ സ്റ്റേറ്റ്സ് ഇമ്പാക്ട് ലേണേഴ്സ് മോട്ടിവേഷൻ. ആ ഇമോഷണൽ സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറയും, സ്റ്റേബിൾ ആണെങ്കിൽ മോട്ടിവേഷൻ കൂടാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എംപതി ആൻഡ് കമ്പാഷൻ, ഫോസ്റ്ററിങ് എംപതി ആൻഡ് കമ്പാഷൻ കോൺട്രിബ്യൂട്ട് ടു പോസിറ്റീവ് എൻവയോൺമെന്റൽ ക്ലൈമറ്റ് വിത്ത് ദി ലേണിംഗ് കമ്മ്യൂണിറ്റി. എംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ്, സോ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കാനുള്ള എബിലിറ്റിയാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കും, അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കും, അത് ലേണിങ്ങിനെ സഹായിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. സെൽഫ് കൺസെപ്റ്റ്, ഇമോഷണൽ വെൽബീയിങ്, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, ദെൻ മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെന്റ്, എംപതി ആൻഡ് കമ്പാഷൻ. നൗ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, മെമ്മറി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എബിലിറ്റി ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്. നമുക്ക് സ്വയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അത് മെറ്റാകോഗ്നിഷൻ ആണ്. ദെൻ ലേണിംഗ് സ്റ്റൈൽസ്, നമ്മളുടെ പ്രിഫറൻസസ് ലൈക്ക് വിഷ്വൽ, ഓഡിറ്ററി ഓർ കൈനസ്തെറ്റിക് ലേണർ, ഇത് നമ്മളുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. സോ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാനുള്ള കഴിവാകാം, മെമ്മറി ആകാം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആകാം, അതേപോലെ മെറ്റാകോഗ്നിഷൻ, ലേണിംഗ് സ്റ്റൈൽസ് എല്ലാം നമ്മളുടെ ഈ ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത്രയുമാണ് ഡിഫറെന്റ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ബ്രോഡ്ലി ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇതിലെല്ലാം വരുന്ന ഡിഫറെന്റ് ഫീച്ചേഴ്സ് എന്താണെന്നും പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരുപാട് കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ലേണേഴ്സ്. ലേണേഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണിത്, വിഷ്വൽ ലേണർ.
ആരാണ് വിഷ്വൽ ലേണർ? പ്രിഫർ ലേണിംഗ് ത്രൂ ഇമേജസ്, ചാർട്ട്, ഡയഗ്രം ആൻഡ് അതർ വിഷ്വൽ എയ്ഡ്സ്. നമ്മൾ ലേൺ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള വിഷ്വൽ എയ്ഡ്സ് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഇമേജസിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കും, ചാർട്ടുകൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ വിഷ്വൽ ലേണേഴ്സ് ആണ്. സോ അവരൊക്കെ ഉപയോഗിക്കാവുന്ന ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഫ്രം വാച്ചിങ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ചാർട്ടുകളോ അല്ലെങ്കിൽ മറ്റ് ഫ്ലോ ചാർട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും ഇത്തരം ലേണേഴ്സിന് കൂടുതൽ സാധിക്കുന്നത്. അടുത്തത് ഓഡിറ്ററി ലേണിംഗ്സ് ആണ്, കേൾവിയിലൂടെ. സോ ലേൺ ബെസ്റ്റ് ത്രൂ ലിസണിങ് ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. കേൾക്കുമ്പോഴും ആ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ മനസ്സിലാക്കുന്നവരാണ് ഓഡിറ്ററി ലേണിംഗ്സ്. സോ ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ദേ പ്രിഫർ ലെക്ചേഴ്സ്, ഡിസ്കഷൻ, പോഡ്കാസ്റ്റ് ആൻഡ് അതർ ഓഡിറ്ററി ബേസ്ഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സോ ലെക്ചേഴ്സും ഡിസ്കഷൻസും പോഡ്കാസ്റ്റുകളും ഒക്കെ ആയിരിക്കും അവരുടെ പ്രിഫറൻസസ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ടാക്ടൈൽ ഓർ കൈനസ്തെറ്റിക് ലേണർ. അതായത് ദേ ലേൺ ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റ് ആൻഡ് മൂവ്മെന്റ്സ്. ഓക്കെ, ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെയാണ് കൈനസ്തെറ്റിക് ഓർ ടാക്ടൈൽ ലേണർ എന്ന് പറയുന്നത്. അവിടെ ലേണിംഗ് സ്ട്രാറ്റജീസ് പറയുകയാണെങ്കിൽ ബെനിഫിറ്റ് ഫ്രം ഇന്ററാക്റ്റീവ് സിമുലേഷൻ, എക്സ്പീരിയൻസസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ഫിസിക്കൽ എൻഗേജ്മെന്റ്. ചെയ്ത് പഠിക്കുന്ന ഏതൊരു ആക്ടിവിറ്റി ആകാം. ലൈക്ക് ഇൻ സിമുലേറ്റീവ് എക്സസൈസ് ഒക്കെ വരുവാണെങ്കിൽ അവർ കാര്യങ്ങൾ പഠിക്കും. എക്സ്പെരിമെന്റ്സ് നടത്തി പഠിക്കും. അല്ലെങ്കിൽ ഫിസിക്കൽ എൻഗേജ്മെന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു. ഇവിടെയൊക്കെയാണ് കൈനസ്തെറ്റിക് ലേണേഴ്സിന് ലേണിംഗ് ഹാപ്പൻ ചെയ്യുക. അടുത്തത് റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണർ. വായിച്ച് പഠിക്കുന്നവർ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നവർ വെർബൽ ലേണേഴ്സ് എന്ന് പറയാം. സിംപ്ലി വെർബൽ ലേണേഴ്സ് എന്ന് പറയാം. വെർബൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ പ്രിഫർ ലേണിംഗ് ത്രൂ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്. വായനയിലൂടെയും എഴുത്തിലൂടെയുമാണ് ലേണിംഗ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നോട്ട് ടേക്കിങ്ങും അസൈൻമെന്റ്സും ഒക്കെയാണ് അവരെ ലേൺ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ്. സോ ഫർദർ ലേണേഴ്സിനെ നമുക്ക് വീണ്ടും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഗ്ലോബൽ ലേണേഴ്സ് ആൻഡ് സീക്വൻഷ്യൽ ലേണർ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഗ്ലോബൽ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോക്കസ് ഓൺ ബിഗ് പിക്ചർ ആൻഡ് മെയിൻ ഐഡിയ. ഗ്ലോബൽ ലേണേഴ്സ് ആണ്. ഒരു കാര്യത്തെ, ഒരു കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അവർക്കറിയാം. പക്ഷെ അതിന്റെ സബ് പോയിന്റുകൾ, സ്റ്റെപ്സ് ഒക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെയുള്ളവരെയാണ് ഗ്ലോബൽ ലേണേഴ്സ് പറയുന്നത്. വേറെ സീക്വൻഷ്യൽ ലേണേഴ്സ് ആണെങ്കിൽ ഒരു കാര്യത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഓൾ പിക്ചർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ലേണേഴ്സിന് ഡിഫിക്കൽട്ട് ആണ്. ഗ്ലോബൽ ലേണേഴ്സിന് ഓൾ പിക്ചർ മനസ്സിലാവും, പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ചില ആളുകൾ ഉണ്ടാവില്ലേ, പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടും, പക്ഷെ അതിന്റെ സ്റ്റെപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. മറ്റു ചില ആളുകൾ സ്റ്റെപ്സ് മൊത്തം ചെയ്താൽ മാത്രമേ പ്രോബ്ലത്തിന് ആൻസർ കിട്ടൂ. അങ്ങനെയുള്ളവരെ സീക്വൻഷ്യൽ ലേണർ എന്നും ഓൾ പിക്ചർ മാത്രം മനസ്സിലാക്കുന്നവരെ ഗ്ലോബൽ ലേണേഴ്സ് എന്നും വിളിക്കാം. സോ ഓറിയന്റേഷൻ പറയുകയാണെങ്കിൽ ദേ മേ ഇനീഷ്യലി ഓവർലുക്ക് ഡീറ്റെയിൽസ്. അവർക്കൊരു ഒരു ബ്രോഡ് ഐഡിയ മതി. ആ ഒരു ഇനീഷ്യലി കൂടുതൽ ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ഗ്രാജുവലി അവർ ആ ബ്രോഡ് പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക. ദെൻ വെൻ കംസ് ടു സീക്വൻഷ്യൽ ലേണർ ആണെങ്കിൽ ദേ പേ അറ്റൻഷൻ ടു സ്പെസിഫിക് ആൻഡ് ഡീറ്റെയിൽസ്. എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് മനസ്സിലാക്കാനായിരിക്കും സീക്വൻഷ്യൽ ലേണേഴ്സ് ശ്രമിക്കുന്നത്. പ്രിഫറൻസ് ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജീസ്, സമ്മറീസ്, കൺസെപ്റ്റ് മാപ്പ് ആൻഡ് ഡിസ്കഷൻ. എൻറ്റയർ തിങ് പഠിക്കുക എന്ന് പറയുന്നത് ഗ്ലോബൽ ലേണേഴ്സിന് ബുദ്ധിമുട്ടാണ്. അവരതുകൊണ്ട് സമ്മറീസിലും ചെറിയ കൺസെപ്റ്റ് മാപ്പുകളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക. വേറെ സീക്വൻഷ്യൽ ലേണേഴ്സ് ആണെങ്കിൽ സീക്വൻസിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ അവർക്ക് ആവശ്യമാണ്. എൻഗേജ്മെന്റ്, എൻജോയ് എക്സ്പ്ലോറിംഗ് ബ്രോഡ് കൺസെപ്റ്റ്. ബ്രോഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഓർത്തേക്കുക. ബ്രോഡ് കൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുകയാണ് അവർ താല്പര്യപ്പെടുന്നത്. വേറെ സീക്വൻഷ്യൽ ലേണേഴ്സ് ആണെങ്കിൽ സ്ട്രെച്ചേർഡ് ആണ്. ദേ പ്രിഫർ സ്ട്രെച്ചേർഡ് ആൻഡ് ക്ലിയർ ഗൈഡൻസ്. ബിക്കോസ് ഓരോ സ്റ്റെപ്പുകളും പ്രോമിനൻസ് കൊടുക്കും. ഓരോ സ്റ്റെപ്പുകളിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് സീക്വൻഷ്യൽ ലേണേഴ്സ്. ദെൻ അവരെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇസ് ദേ സീ കണക്ഷൻസ് ബിറ്റ്വീൻ ഐഡിയാസ്. അവർ ഡയറക്ട്ലി ഈ ഓരോ ഐഡിയാസ് തമ്മിലുള്ള കണക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി ദേ വിൽ ട്രൈ ടു സോൾവ് ദിസ്. അതേസമയം സീക്വൻഷ്യൽ ലേണേഴ്സ് ആണെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിലാണ് ഫോളോ ചെയ്യുക. ലീനിയർ വേ. ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ സ്റ്റെപ്സ് പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടായിരിക്കും ഫൈനൽ സൊല്യൂഷനിലേക്ക് വരുന്നത് സീക്വൻഷ്യൽ ലേണർ. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബൽ ലേണർ ആൻഡ് സീക്വൻഷ്യൽ ലേണർ. ക്ലിയർ ആണോ?
ഓക്കെ, അടുത്തത് ആക്റ്റീവ് ലേണേഴ്സ് ആൻഡ് റിഫ്ലക്റ്റീവ് ലേണർ. അടുത്ത ക്ലാസിഫിക്കേഷനാണ്. ആക്റ്റീവ് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രിഫർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്കഷൻസ്. എൻഗേജിങ് 100% എൻഗേജിങ് ആണ്. അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. തിങ്കിങ് ആണ്, കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് റിഫ്ലക്റ്റീവ് ലേണർ. സോ ആക്റ്റീവ് ലേണർ ദേ പ്രിഫർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്കഷൻസ്. വേറെ റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ഒബ്സർവേഷന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കും. അവര് ദേ വിൽ തിങ്ക് ബിഫോർ ആക്ടിങ്. ഇവർ ചെയ്ത് മനസ്സിലാക്കും. ആക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ചെയ്ത് മനസ്സിലാക്കും. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യും. സോ ലേണിംഗ് അപ്രോച്ച് ലേൺ ബൈ ഡൂയിങ്, എക്സ്പെരിമെന്റിങ് ആൻഡ് ഡിസ്കഷൻ. സോ ആക്റ്റീവ് ലേണേഴ്സ് ചെയ്തതിന് ശേഷമാണ് പഠിക്കുന്നത്. വേറാസ് റിഫ്ലക്റ്റീവ് ലേണർ ലേൺ ബൈ ഒബ്സർവിങ്, റിഫ്ലക്റ്റിംഗ് ആൻഡ് അനലൈസിങ്. അവർ ഒബ്സർവ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കുക, ഡയറക്റ്റ്ലി ചെയ്ത് നോക്കുക അല്ല ചെയ്യുന്നത്. ഇന്ററാക്റ്റീവ് പ്രിഫറൻസസ് thrive in group activities and discussions. ആക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സോളിറ്ററി വർക്കാണ്, കൂടുതൽ ചിന്തിക്കും, കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യണം. സോ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നവരാണ് റിഫ്ലക്റ്റീവ് ലേണർ. പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ടെൻഡ് ടു ടാക്കിൾ പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് ആ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ വേ. വേറാസ് റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ പറ്റി കൂടുതൽ ചിന്തിച്ച് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഫീഡ്ബാക്ക് ആൻഡ് റെസ്പോൺസ് അപ്രീഷിയേറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. കാര്യം ചെയ്തു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആഗ്രഹിക്കുന്നവരാണ് ആക്റ്റീവ് ലേണേഴ്സ്. വേറാസ് റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ ദേ പ്രിഫർ തോട്ട്ഫുൾ ഫീഡ്ബാക്ക്, ടൈം ആൻഡ് റിഫ്ലക്ഷൻ. അപ്പൊ അതൊക്കെ ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ലേണർ ആൻഡ് റിഫ്ലക്റ്റീവ് ലേണർ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ സെൻസിങ് ലേണർ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ലേണർ. സെൻസിങ് ലേണർ എന്ന് പറഞ്ഞാൽ ദേ പ്രിഫർ കോൺക്രീറ്റ് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നാൽ മാത്രമായിരിക്കും അവർ ലേൺ ചെയ്യുക. ഫാക്ട് ബൈ ഫാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമാണ്. ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ആണെങ്കിൽ ദേ പ്രിഫർ അബ്സ്ട്രാക്ട് ആൻഡ് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മതി, അതിൽ നിന്നും അവർ ഇൻറ്റ്യൂട്ട് ചെയ്യും. മീൻസ് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി സ്വയം ചിന്തിച്ചു പോകും. അങ്ങനെയുള്ളവരാണ് ഇൻറ്റ്യൂട്ടീവ് ലേണർ. ലേണിംഗ് സ്റ്റൈൽ ടെൻഡ് ടു ബി പ്രാക്ടിക്കൽ ആൻഡ് ഹാൻഡ്സ് ഓൺ. പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ, കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനാണ് സെൻസിങ് ലേണേഴ്സ് ട്രൈ ചെയ്യുന്നത്. വേറാസ് ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ ദേ എൻജോയ് എക്സ്പ്ലോറിംഗ് പോസിബിലിറ്റീസ് ആൻഡ് ഐഡിയാസ്. ക്രിയേറ്റീവ് ആണ്, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, പുതിയ വഴികൾ കണ്ടെത്താനൊക്കെയാണ് ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ട്രൈ ചെയ്യുക. ദെൻ ദേ പേ അറ്റൻഷൻ ടു സ്പെസിഫിക് ഡീറ്റെയിൽസ്. സെൻസിങ് ആണെങ്കിൽ ഓരോ സ്പെസിഫിക് ആസ്പെക്ട്സും അവർ കേൾക്കും. വേറാസ് ഓവറോൾ പാറ്റേൺസ് മാത്രമേ ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ശ്രദ്ധിക്കൂ. ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ദേ ടെൻഡ് ടു റിലേ ഓൺ പ്രൂവൺ മെത്തേഡ്സ് ആൻഡ് ഫാക്ട്സ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ആണെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, ക്രിയേറ്റീവ് ആണ്, പുതിയ വഴികൾ കണ്ടെത്തിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ പ്രിഫർ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തഡോളജിക്കൽ അപ്രോച്ച്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ് സെൻസിങ് ലേണേഴ്സ് ഫോളോ ചെയ്യുന്നത്. വേറെ ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ആണെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്. അവർ പുതുതായിട്ടൊന്ന് മൊത്തം ചിന്തിക്കും, പുതുതായിട്ടൊരു ഐഡിയ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസിങ് ലേണർ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ലേണർ. സോ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഗ്ലോബൽ ലേണർ ആൻഡ് സീക്വൻഷ്യൽ ലേണർ, ആക്റ്റീവ് ലേണർ ആൻഡ് റിഫ്ലക്റ്റീവ് ലേണർ, ആൻഡ് സെൻസിങ് ലേണർ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ലേണർ. മനസ്സിലാവാതെ ഏതെങ്കിലും ഉണ്ടോ? Clear? Yes. One more classification. Visual learners and verbal learner. വിഷ്വൽ ലേണറും വെർബൽ ലേണറും നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിഷ്വൽ ലേണേഴ്സ് ആണെങ്കിൽ ദേ ലേൺ ത്രൂ ബെസ്റ്റ് ത്രൂ വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ് ഉള്ളപ്പോഴാണ് കൂടുതൽ പഠിക്കുക. വേറാസ് വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ ഒരു റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സിൽ നിന്നാണ് കൂടുതൽ മനസ്സിലാക്കുക. ദെൻ ഡയഗ്രാംസ്, ചാർട്ട്, ഗ്രാഫ് ഒക്കെയാണ് വിഷ്വൽ ലേണേഴ്സിന് വേണ്ടത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓർ വെർബൽ എക്സ്പ്ലനേഷൻ ആണ് വെർബൽ ലേണേഴ്സിന് വേണ്ടത്. മെമ്മറി ടെക്നിക് വിഷ്വൽ മെമ്മറിയാണ് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുക. ഫ്ലാഷ് ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചാർട്ടുകളും ഫ്ലോ ചാർട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വിഷ്വൽ ലേണേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ വെർബൽ റിപ്പിറ്റേഷൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിരിക്കും വെർബൽ ലേണേഴ്സ് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എക്സ്പ്രസ് ഐഡിയാസ് ത്രൂ വിഷ്വൽ മീൻസ്, വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വേറാസ് വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുക. ദെൻ
പ്രിഫേർഡ് ലേണിംഗ് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് ആൻഡ് ഇലിസ്ട്രേഷൻസ് ഒക്കെയാണ് വിഷ്വൽ ലേണേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓഡിറ്ററി ലേണേഴ്സ് ഓർ വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ അവർ ടെക്സ്റ്റ് ബുക്കും ലെക്ചറും ഒക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അഡൾട്ട് ആൻഡ് അഡോളസെന്റ് ലേണർ തമ്മിലുള്ള ഡിഫറൻസസ് കൂടി ഒന്ന് നോക്കിയേക്കാം. അഡൾട്ട് ലേണേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഇന്റേണലി മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് അറിയാം പഠിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് അവർക്കറിയാം. സോ ദേ വിൽ ബി ഡ്രിവൺ ബൈ പേഴ്സണൽ ഗോൾസ്. സ്വന്തമായിട്ടൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുന്നവരാണ് അഡൾട്ട് ലേണർ. അഡോളസെന്റ് ലേണേഴ്സ് ആണെങ്കിൽ മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടർ, മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിയർ പ്രഷർ ഓർ പാരന്റൽ എക്സ്പെക്ടേഷൻ, പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ ആകാം. മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അഡോളസെന്റ് ലേണേഴ്സിനെ ലേണിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ലേണിംഗിലേക്ക് എത്തിക്കുന്നത്. ദെൻ ബ്രിങ് എ വെൽത്ത് ഓഫ് ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് പ്രയർ നോളജ്. അഡൾട്ട് ലേണേഴ്സിന് കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസും പ്രയർ നോളജും ഉണ്ട്. എന്നാൽ അഡോളസെന്റ് ലേണർ ആണെങ്കിൽ അത് ലിമിറ്റഡ് ആണ്. പ്രായം വെച്ച് നോക്കിയാൽ മതി. അഡൾട്ട് ലേണർ ആണെങ്കിൽ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും, അഡോളസെന്റ് ആണെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും. ടെൻഡ് ടു ബി മോർ സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ്. അഡൾട്ട് ലേണേഴ്സ് ആണെങ്കിൽ അവർ സെൽഫ് ഡയറക്റ്റഡ് ആണ്, അവർക്ക് അവരുടേതായ ടൈം എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ അറിയാം. ദേ ഹാവ് എ ഹയർ ഡിഗ്രി ഓഫ് ഇൻട്രൻസിക് മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ കൂടുതലാണ്. ആൻഡ് ഓഫൻ ഗോൾ ഓറിയന്റഡ് വിത്ത് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യം അവർക്കുണ്ട്, ആ ലക്ഷ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള ഗോൾ ഓറിയന്റേഷനും അഡൾട്ട് ലേണറിൽ കാണാം. പക്ഷെ അഡോളസെന്റ് ലേണർ ആണെങ്കിലോ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. സ്റ്റിൽ ഡിസ്കവറിങ് ആൻഡ് അഡാപ്റ്റിംഗ് വേരിയസ് ലേണിംഗ് സ്റ്റൈൽസ്. ഏതൊക്കെയാണ് അവരുടെ പ്രിഫേർഡ് ലേണിംഗ് സ്റ്റൈൽ എന്ന് അറിയില്ല, അതുകൊണ്ട് മാറി മാറി പല ലേണിംഗ് സ്റ്റൈലും അവർ ഫോളോ ചെയ്യും. ദെൻ മേ നീഡ് സപ്പോർട്ട് ഇൻ ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കിൽസ്. ടൈം മാനേജ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. മോട്ടിവേഷൻ മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ. എക്സ്റ്റേണലി അവർക്ക് കിട്ടുന്ന റിവാർഡ്സ് റെക്കഗ്നിഷൻ ആയിരിക്കും, ഇൻട്രൻസിക് അല്ല, എക്സ്ട്രിൻസിക് ആയിരിക്കും മോട്ടിവേഷൻ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഗോൾ മേ ബി ലെസ് ഡിഫൈൻഡ് ആൻഡ് സബ്ജക്ട് ടു ചേഞ്ച് ഫ്രീക്വന്റ്ലി. അവരുടെ ഗോൾസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആകണമെന്നില്ല, പല ടൈമിലും മാറി മാറി വരുന്ന ഗോൾസ് ആയിരിക്കും അഡോളസെന്റ് ലേണേഴ്സിനുള്ളത്. സോ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള ലേണേഴ്സിനെ പറ്റിയും പറഞ്ഞു. ആൻഡ് ഓരോ ടൈപ്പ് ഓഫ് ലേണേഴ്സിന്റെയും ഒരു ഫീച്ചേഴ്സും അതെന്താണ് കൺസെപ്റ്റ് എന്ന് അവരുടെ ലേണിംഗ് മെത്തേഡ് നിങ്ങൾ നോക്കുക, അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇത്രയും ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ, റൈറ്റ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി, സോ വിൽ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് ലെക്ചർ. നാളെ നമ്മൾ വീണ്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഒരു അഡീഷണൽ ലെക്ചർ കൂടി ആഡ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ റിസർവ് ഡേയ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡീഷണൽ ലെക്ചർ കൂടി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി മാറ്റിവെക്കും. അതേപോലെ റീഡിംഗ് കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ 2 ഡേ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് കോമ്പറ്റീഷന് വേണ്ടി നമുക്ക് ഒരു ദിവസം ധാരാളമാണ്. ബാക്കിയുള്ള ടൈമും സെക്കൻഡ് ഡേയും നമുക്ക് മറ്റ് സബ്ജക്റ്റിന് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ദി പ്ലാൻ. താങ്ക് യു എവരി വൺ. ക്വസ്റ്റ്യൻസ് തരാം, ഇന്നലത്തെയും ഇന്നത്തെ റെക്കോർഡ് ലെക്ചേഴ്സും തരാം. റെക്കോർഡ് ലെക്ചേഴ്സ് നോർമലി നമുക്ക് ഒരു ദിവസം ടൈം വേണം. നെക്സ്റ്റ് ഡേ ഈവനിങ്ങോട് കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കൂ. മാക്സിമം ഏർലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.